Principles of state policy, which are fundamental in governance of the country, cannot be isolated from the fundamental rights guaranteed. Examine. Okay. So DPSP governance fundamental ആയിട്ടുള്ള ഘടകമാണ്. അത് ഗ്യാരണ്ടി ചെയ്യപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടരുത്, രണ്ടിനെയും ഒരുമിച്ച് ചേർക്കപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആരെങ്കിലും ആൻസർ പറഞ്ഞാൽ തുടങ്ങാം. So basically, what is DPSP? What do you mean by DPSP? വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്ന ചില വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ടാണ്. ദെൻ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ റൈറ്റ്സ് without which a human being cannot survive in a dignified manner in a civilized society. Fundamental rights are known as basic rights. They are called as individual rights or negative rights and impose negative obligation on the state not to encroach on individual liberty. Okay, so മൗലികാവകാശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഭരണഘടനയിൽ ഗ്യാരണ്ടി ചെയ്യപ്പെട്ട ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നതായ അവകാശങ്ങളാണ്. സോ അത്തരം അവകാശങ്ങൾ ഒരു വ്യക്തിക്ക് ഡിഗ്നിഫൈഡ് ആയ രൂപത്തിൽ ജീവിക്കാൻ അനിവാര്യമാണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബേസിക് റൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നു, ഓൾസോ നെഗറ്റീവ് റൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നു. കാരണം നെഗറ്റീവ് റൈറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അത് സ്റ്റേറ്റിന്റെ മുകളിൽ ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷൻസ് ഉണ്ടാക്കുന്നു എന്ന കാരണത്താൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നെഗറ്റീവ് റൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ദെൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദേ ആർ പോസിറ്റീവ് റൈറ്റ്സ്, സ്റ്റേറ്റിനോട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ആൻഡ് ഇമ്പോസ് പോസിറ്റീവ് ഒബ്ലിഗേഷൻ ഓൺ ദ സ്റ്റേറ്റ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. Directive principles are in the nature of instrument of instruction to the government of the day-to-day something to do something positive. They are not justiciable or enforceable in the court. Okay, so 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉൾപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷന്റെ ഒരു പിൻഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് DPSPയെ വിളിക്കാം. കാരണം ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനിലാണ് ഗവൺമെന്റിനോട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ സെയിം ഭരണഘടന ഇന്ത്യൻ ഗവൺമെന്റിനോട് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ചില ഡയറക്ഷൻസ് ആണ് DPSP. സോ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷന്റെ പിൻഗാമിയാണ് DPSP എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദേ ആർ നോട്ട് ജസ്റ്റീഷ്യബിൾ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്, പക്ഷെ DPSP ജസ്റ്റീഷ്യബിൾ അല്ല. On the other hand, the fundamental rights are enforceable in the courts under Article 32 and Article 226 of the Constitution and hence are justiciable. So DPSP justiciable alla, fundamental rights justiciable aanu. And during the proclamation of emergency, the operation of fundamental rights except Article 20 and 21 can be suspended, but no such provisions is required to made with regard to DPSP. സോ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെ ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും പ്രസിഡന്റിന് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. പക്ഷേ എമർജൻസിയുടെ ഘട്ടത്തിൽ DPSP തുടങ്ങിയ സംഭവങ്ങളൊന്നും സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഫെസിലിറ്റീസ് given by the state to people, whereas directive principles are directions given by the constitution to the state. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് പൗരന്മാർക്ക് കൊടുക്കുന്ന ചില അവസരങ്ങളാണ്, ഫെസിലിറ്റീസ് ആണ്. പക്ഷെ DPSP എന്ന് പറഞ്ഞാൽ ഭരണഘടന സ്റ്റേറ്റിന് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. ദെൻ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എയിം അറ്റ് എസ്റ്റാബ്ലിഷിംഗ് എ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇൻ ഇന്ത്യ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലക്ഷ്യം രാജ്യത്തിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യലാണ് എങ്കിൽ
while directive principles attempt to provide socio-economic foundation to the Indian democracy. So DPSP യുടെ ലക്ഷ്യം socio-economic democracy ഉണ്ടാക്കിയെടുക്കലാണ്. Okay, so fundamental rights ലക്ഷ്യം political democracy ആണ്. So DPSP യുടെ ലക്ഷ്യം socio-economic democracy ആണ്. Clear? So these are the differences between fundamental rights and DPSP. So നമ്മൾ ആൻസർ ചെയ്യാണ്. ആദ്യം നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു, ദെൻ എന്താണ് DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞു, ദെൻ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. ആത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലക്ഷ്യം പൊളിറ്റിക്കൽ ഡെമോക്രസി ആണ് എങ്കിൽ DPSPയുടെ ലക്ഷ്യം സോഷ്യോ എക്കണോമിക് ഡെമോക്രസിയാണ്. സോ ഒരു വ്യക്തിയുടെ ജീവിതം ഫുൾഫിൽ ആയി തീരുന്നത് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ ഡെമോക്രസി എൻഫോഴ്സ് ചെയ്യുന്നു, DPSP സോഷ്യോ എക്കണോമിക് ഡെമോക്രസി എൻഫോഴ്സ് ചെയ്യുന്നു. സോ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഹാൻഡ് ഇൻ ഹാൻഡ് രണ്ടും ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക്കൽ ഡെമോക്രസി അല്ലെങ്കിൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. So directive principles and fundamental rights cannot be isolated because there is interrelation between the two. The fundamental rights represent civil and political rights, and the directive principles embodies social and economic rights. Okay, so merely because the directive principles are non-justiciable by the judicial process does not mean that they are subordinate. They are of subordinate importance. സോ DPSP എന്ന് പറയുന്ന അവകാശങ്ങൾ നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എങ്കിൽ പോലും അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് കംപ്ലീറ്റ് ആയിട്ട് സബോർഡിനേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. രണ്ടും ഒരുമിച്ച്, രണ്ടും കോംപ്ലിമെന്റ് ആണ് പരസ്പരം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. സോ നമുക്ക് പ്രധാനപ്പെട്ട കോടതി വിധികൾ നോക്കാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. സോ ഫസ്റ്റ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുപ്രീം കോടതി പറഞ്ഞത് the fundamental rights and directive principles constitute the conscience of the Constitution. There is no antithesis between the fundamental rights and directive principles, and one supplements the other. That's important. So കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഈച്ച് അതർ സപ്ലിമെന്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുണ്ടെങ്കിലേ മറ്റുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്ന്. ഞാൻ പിന്നീട് കാലങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി സുപ്രീം കോടതി മിനർവ മിൽസ് കേസിൽ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വന്ന വിധിയിലാണുള്ളത്. സുപ്രീം കോർട്ട് സെഡ് ദാറ്റ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫൗണ്ടഡ് ഓൺ ദ ബെഡ്റോക്ക് ഓഫ് ദ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP. സോ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ഒരു ബാലൻസിലാണ് ഭരണഘടന നിലനിൽക്കുന്നത്. They together constitute the core of the commitment to social revolution. ഒരു സാമൂഹിക വിപ്ലവത്തിന് DPSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും അനിവാര്യമാണ്. They are like the two wheels of chariot, one no less than the other. Okay, ഒരു വാഹനത്തിന്റെ രണ്ട് ചക്രങ്ങൾ പോലെയാണ് DPSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാമൂഹിക നവോത്ഥാനം, സാമൂഹിക റവല്യൂഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. This harmony or this balance, this harmony and balance between the two is an essential feature of the basic feature of the Constitution. So ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും DPSPയും തമ്മിലുള്ള ബാലൻസ് അതൊരു ബേസിക് ഫീച്ചറാണ്. അത് അമെൻഡ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയില്ല. സോ ദ ഗോൾസ് സെറ്റ് ഔട്ട് ബൈ ദ DPSP ഹാവ് ടു ബി അച്ചീവ്ഡ് വിതൗട്ട് അബ്രഗേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ DPSPയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ മൗലികാവകാശങ്ങളെ ഹനിക്കാതെ നേടിയെടുക്കണം. സോ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ ഒരു വ്യക്തിയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയപരമായിട്ടുള്ള നീതിയും ഡെമോക്രസിയും ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ക്ലിയർ അല്ലേ? സാർ ഇതിനകത്ത് നമുക്ക് ഒരു പോയിന്റ് കൂടി പറഞ്ഞൂടെ? നേരത്തെ കേൾക്കാമോ സാറേ? പറയാമോ? ഓ പറഞ്ഞോളൂ. നേരത്തെ ആർട്ടിക്കിൾ 45 റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിലോ 14 years എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 പറഞ്ഞിരുന്നു വിത്തിൻ 10 years നടപ്പിലാക്കണം എന്ന് പറഞ്ഞതാണ്. പിന്നീട് ആർട്ടിക്കിൾ 21 വന്നിട്ട് 21A വന്ന് അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറി. നേരത്തെ DPSPയിൽ ഉണ്ടായിരുന്ന
ആർട്ടിക്കിൾ 45 പ്രകാരം ഉണ്ടായിരുന്നത് പിന്നീട് 21A ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറി എന്നും കൂടി പറയാൻ പറ്റുന്നോ? പറഞ്ഞോളൂ സാർ. നമ്മൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യും? അത് കണക്റ്റഡ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി DPSP ഫണ്ടമെന്റൽ റൈറ്റും കണക്റ്റഡ് ആണെന്ന്. നേരത്തെ DPSP ആയിരുന്നത് പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ് ആയി എന്ന് മാറ്റി. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ കാര്യം മനസ്സിലാക്കണം. DPSP എന്ന് പറയുന്ന അതിൽ പറയുന്ന ആർട്ടിക്കിൾ 37 മുതൽ 51 വരെ പറയുന്ന 36 ഡെഫിനേഷനാണ്. 37 മുതൽ അങ്ങോട്ടേക്ക് പറയുന്ന DPSPകൾ മുഴുവനും യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. ഓക്കെ, പലതും ചെറുത് മൗലികാവകാശം രൂപത്തിലേക്ക് സാധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഓരോ DPSPയും യാഥാർത്ഥ്യമാക്കി രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റാം. അതാണ് ആത്യന്തികപരമായിട്ടുള്ള ലക്ഷ്യം. സോ എല്ലാ DPSPയും നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, പുതിയ DPSP വന്നുകൊണ്ടേയിരിക്കും. സോ DPSPകൾ യാഥാർത്ഥ്യമാക്കും തോറും നമ്മുടെ രാജ്യം കൂടുതൽ വെൽഫെയർ ആയിക്കൊണ്ടിരിക്കും. ക്ലിയർ? നിങ്ങൾ നേരത്തെ ആരോ പറഞ്ഞു DPSP കൊണ്ടാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഇതാക്കിയെടുക്കുക. അതിനർത്ഥം ഓരോ DPSP നമ്മൾ യാഥാർത്ഥ്യമാക്കി നമ്മുടെ രാജ്യത്തെ ഒരു വെൽഫെയർ കൺട്രി ആക്കാം. സോ ചിലത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 21A മാറ്റി. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം. സോ പലതും വേറെ ചിലത് ചില ആക്ടുകൾ രൂപത്തിലാണ്, ചിലത് ഭരണഘടനാ ഭേദഗതികളാണ്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 14 പഞ്ചായത്ത് 72 അമെന്റ്മെന്റ് ആക്ടിലൂടെ നമ്മൾ വേറൊരു ഭരണഘടന പാർട്ടിലൂടെ യാഥാർത്ഥ്യമാക്കി. സോ എങ്ങനെ വേണമെങ്കിലും യാഥാർത്ഥ്യമാക്കാം. ക്ലിയർ? ഓക്കെ സാർ. അപ്പൊ നിങ്ങൾ ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോ പോവർട്ടിയോ അല്ലെങ്കിൽ തുടങ്ങി എന്തൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ DPSP അവിടെ കൊണ്ടുപോയിടണം. ഇന്നാലിന്റെ കാര്യങ്ങൾ ഇന്നാലിന്റെ DPSP യാഥാർത്ഥ്യമാക്കുന്നു എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മാർക്ക് കിട്ടും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. What do you mean by uniform civil code? Examine its relevance for a secular country like India and challenges implementing them. So യൂണിഫോം സിവിൽ കോഡ് ഒക്കെ രാജ്യത്ത് ഉടനടി നടപ്പിലാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം UPSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ what do you mean by യൂണിഫോം സിവിൽ കോഡ്? ഈ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്, 2 രൂപത്തിൽ ആൻസർ ചെയ്യണം. ഒന്ന് യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് വ്യക്തമാക്കണം, ദെൻ അതിന്റെ റിലവൻസും അതിന്റെ ചലഞ്ചസും എഴുതണം. ഓക്കെ, പറഞ്ഞോളൂ. എല്ലാവർക്കും സിവിൽ ലോസ് എല്ലാം ഒരുപോലെയുള്ള സെയിം സിവിൽ ലോസ് ആക്കി മാറ്റുക. പിന്നെ സെക്യുലർ കൺട്രിയിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ അജിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പലർക്കും ഈ പറയുന്ന കൾച്ചറൽ ആയിട്ടുള്ള റിച്വൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാരേജ് ആക്ട് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ, ലാംഗ്വേജിലെ പ്രശ്നങ്ങളുണ്ട്, റിസർവേഷൻ ഇഷ്യൂസ് ഉണ്ട്. എല്ലാം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ അജിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ അതിന്റെ റിലവൻസ് എന്തൊക്കെയാണ്? എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് അനിവാര്യമാണ്? ആർട്ടിക്കിൾ 44 ആണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാ ഒരു സ്റ്റേറ്റ് മൊത്തം ഒരേ കോഡ് വരുമ്പോൾ പല കാര്യങ്ങളിലും ഇന്റർ കാസ്റ്റ് മാരേജ് ആയാലും അങ്ങനെ പല ഇഷ്യൂസിനും കോമൺ ലോ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴി അത് തമ്മിലുള്ള പല ഡിസ്പ്യൂട്ട്സ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോ സ്വത്ത് ഭാഗം വെക്കുക, അങ്ങനത്തെ ഏതെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും സെയിം കോഡാണ് ഫോളോ ചെയ്യണമെങ്കിൽ പല ഡിസ്പ്യൂട്ട്സ്. ഇപ്പൊ ഹിന്ദുസിനാണെങ്കിൽ വേറെ ലോ ആണ്, മുസ്ലിംസിന് വേറെ ടൈപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു സെപ്പറേഷൻ വരില്ല, സെയിം ലോ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. പിന്നെ ഗോവ പോലെയുള്ള സ്റ്റേറ്റ് ഓൾറെഡി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് അതിന് കുറച്ച് മോഡൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എനി അതർ ആൻസർ? വുമൻസ് റൈറ്റ്സ് നല്ലതാണ്. അതായത് കൂടുതലായിട്ട് ഈ റിലീജിയസ് കസ്റ്റംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വുമൻസ് റൈറ്റ്സിനാണ്. പിന്നെ വൈറ്റ് റൈറ്റ്സ് ആക്ട്, ഈവൻ ട്രിപ്പിൾ തലാഖൊക്കെ അതിലേക്ക് ഒരു രീതിയിലാണൊക്കെ അനുവദിക്കാം. അപ്പം അതെല്ലാം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും യൂണിഫോം സിവിൽ കോഡ്. കുറച്ചും കൂടി ഫോർവേഡ് രീതിയാണ് അത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഏറെക്കുറെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ആൻസറിലോട്ട് കടക്കാം. A uniform civil code means that all sections of the society, irrespective of their religion, shall be treated equally according to a national civil code.
which shall be applicable to all uniformly. Okay. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ബാധകമായ ക്രിമിനൽ കോഡ് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് അല്ലെ. CRPC ആയാലും IPC ആയാലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എല്ലാവർക്കും ഒരേപോലെയാണ്. ഒരാൾ വധശിക്ഷ, രണ്ടുപേരും സെയിം ക്രൈം ചെയ്തു, രണ്ടുപേർക്കും വ്യത്യസ്ത രീതിയിലുള്ള പണിഷ്മെന്റ് ഒന്നും കൊടുക്കില്ല, എല്ലാവർക്കും ഒരേപോലത്തെ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ സിവിൽ ലോസ്, ചില സിവിൽ ലോസ്, ഏറെക്കുറെ എല്ലാ സിവിൽ ലോസിനും എല്ലാവർക്കും സെയിം ബാധകമാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ, ചില സിവിലിനായിട്ടുള്ള സംഭവങ്ങളിൽ പല വിഭാഗങ്ങൾക്കും അവരുടെ പേഴ്സണൽ ലോ ആണ് ഫോളോ ചെയ്യുന്നത്. സോ സിവിൽ കോഡിനകത്തുള്ള ഇത്തരത്തിലുള്ള ഈ ഡിഫറൻസുകളെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ബാധകമായ സിവിൽ കോഡ് ഉണ്ടാക്കിയെടുക്കലാണ് യൂണിഫോം സിവിൽ കോഡിന്റെ ലക്ഷ്യം. സോ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഷാൾ കവർ ഏരിയാസ് ലൈക്ക് മാരേജ്, ഡിവോഴ്സ്, മെയിന്റനൻസ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ ആൻഡ് സക്സഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. ഓക്കെ. സോ ഈ കാര്യങ്ങൾ, മാരേജ്, ഡിവോഴ്സ്, മെയിന്റനൻസ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ ആൻഡ് സക്സഷൻ, ഈ തുടങ്ങിയ വിഷയങ്ങളിൽ ഓരോ വിഭാഗവും അവരുടെ പേഴ്സണൽ ലോയാണ് ഫോളോ ചെയ്യുന്നത്. സോ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ, വിവാഹം, ഡിവോഴ്സ്, ജീവനാംശം, മെയിന്റനൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് അനന്തരാവകാശം, അഡോപ്ഷൻ ദത്തെടുക്കൽ ആൻഡ് സക്സഷൻ അനന്തരാവകാശം, ഈ വിഷയങ്ങളെല്ലാത്തിലും എല്ലാവർക്കും ഒരേപോലെ ബാധകമായ സിവിൽ കോഡ് ഉണ്ടാക്കിയെടുക്കലാണ് യൂണിഫോം സിവിൽ കോഡ് ലക്ഷ്യം. സോ ഈ പറഞ്ഞ സംഭവങ്ങൾ, മാരേജ്, ഡിവോഴ്സ്, മെയിന്റനൻസ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ ആൻഡ് സക്സഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then it is based on the premise that there is no connection between religion and law in the modern civilization. That's also important. മതവും അതുപോലെ തന്നെ രാജ്യത്തിന്റെ നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതും യൂണിഫോം സിവിൽ കോഡിന്റെ പ്രത്യേകതയാണ്. സോ പ്രസന്റ്ലി ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് മീൻസ് രാജ്യത്തിന്റെ നിയമങ്ങളിൽ റിലീജിയന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇതില്ലാണ്ടാകും. So this is uniform civil code. Then relevance of uniform civil code for a secular country like India. Then spirit of secularism. A secular republic needs a common law for all citizens rather than differentiated rules based on religious practices. So India ഒരു സെക്കുലർ കൺട്രി ആണെങ്കിൽ രാജ്യത്തെ എല്ലാ നിയമങ്ങളും സെക്കുലർ ആയിരിക്കണം. സോ സ്പിരിറ്റ് ഓഫ് സെക്കുലറിസം രാജ്യത്തുടനീളം ഉണ്ടാവണമെങ്കിൽ UCC അനിവാര്യമാണ്. ദെൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എൻഷുറിംഗ് ജെൻഡർ ജസ്റ്റിസ്. ഓക്കെ. മോസ്റ്റ് എല്ലാ പേഴ്സണൽ ലോസിന്റെയും വിക്ടിംസ് സ്ത്രീകളാണ്. ഓക്കെ. നമ്മൾ കുറെ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. സോ ഓരോന്നെടുത്ത് പറയണമെന്നില്ല. സോ എൻഷുറിംഗ് ജെൻഡർ ജസ്റ്റിസ്. ദ റൈറ്റ്സ് ഓഫ് വിമൻ ആർ യൂഷ്വലി ലിമിറ്റഡ് അണ്ടർ റിലീജിയസ് ലോ, be it Hindu or Muslim or personal laws. The practice of triple talaq is a classic example. So, gender justice. Okay, നമ്മൾ ജെൻഡർ ജസ്റ്റിസ് തന്നെ എഴുതണം. ഓക്കെ. സോ ഇത്തരത്തിലുള്ള ടേമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡർ ജസ്റ്റിസ്, സെക്കുലറിസം തുടങ്ങിയ ആ ടേമുകളൊക്കെ അപ്പാടത്തിന് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ. സോ ട്രിപ്പിൾ തലാഖ് വളരെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ കഴിയും. ദെൻ adhering to constitutional vision. Many practices governed by religious traditions are at odds with fundamental rights guaranteed in the Constitution. Okay. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ്. സോ constitutional principles of equality, liberty, justice can only be achieved under UCC. So UCC നടപ്പിലാക്കുന്നതിലൂടെ ഇക്വാലിറ്റിയും ലിബർട്ടിയും ജസ്റ്റിസും എല്ലാം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. സോ അങ്ങനെ പല വിധത്തിലുള്ള റിലവൻസ് UCC കണ്ട്. Then Supreme Court has repeatedly exhorted the Parliament to implement UCC in its judgments in Shabanu case 1985 and Sarla Mudgal case 1995, and more recently it argued that the Portuguese Civil Code of 1867 in Goa is a shining example and should be model for the entire country. Okay. So ഗോവക്ക് സ്വന്തമായിട്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. That is Portuguese Civil Code of 1867. So അതിനെ മോഡലാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം UCC നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി കാലഘട്ടത്തിലെ ഓരോ വിധിയിലൂടെ പറയുകയുണ്ടായി. ഷാബാനു ബീഗം കേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ സർല മുദ്ഗൽ കേസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സർല മുദ്ഗൽ കേസിലാണ് ഭർത്താവ് ഒരു വിവാഹം കഴിച്ചു. ദെൻ ഭർത്താവ് പിന്നീട് മതം മാറി വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിവാഹം
മതമാർഗിൽ രണ്ടാമത്തെ വിവാഹം റദ്ദാക്കുമെന്ന് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സർല മുസ്കൽ കേസൊക്കെ. സോ അപ്പൊ ഈ വിധികളിലെല്ലാം സുപ്രീം കോടതി UCC നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ ദ റിലവൻസ് ഓഫ് യൂണിഫോം സിവിൽ കോഡ്. ക്ലിയർ അല്ലേ? Okay. Then challenges in its implementation. എന്തെല്ലാമാണ് UCC നടപ്പിലാക്കുന്നിടത്തുള്ള വെല്ലുവിളികൾ? First one, difficulty in formation of a common law. The task of actually devising a set of rules that will govern all communities is difficult considering the vast range of interests and sentiments to be accounted for. നമ്മുടെ രാജ്യം വളരെ വാസ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ കൾച്ചറലി ഡിഫറെന്റ് ആണ്. സോ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. സോ ഈ വലിയ ഡൈവേഴ്സിറ്റി ഉള്ള കൺട്രിയിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കോമൺ സിവിൽ ലോസ് കൊണ്ടുവരൽ ഇറ്റ്സ് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റി തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ ചലഞ്ചസ്. Then plurality of Indian society, then cultural diversity cannot be compromised for the sake of uniformity. So ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൈവേഴ്സിറ്റിയാണ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. സോ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ എടുത്തു കളഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാണ്ടാവും. ഓക്കെ, സോ ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവുള്ളത്. സോ അതിനെടുത്തു കളഞ്ഞാൽ, അത് യൂണിഫോമിറ്റിക്ക് വേണ്ടി എടുത്തു കളഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ threat to territorial integrity. The idea of UCC faces opposition from different cultural groups. This opposition may give rise to communalism, regionalism, and threat to territorial integrity of the nation. Okay, so ഒട്ടേറെ വെല്ലുവിളികൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കമ്മ്യൂണലിസം, അതുപോലെ തന്നെ റീജിയണലിസം ഒക്കെ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഗൂർഖാലാൻഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റീജിയണൽ ആയിട്ടുള്ള പ്രദേശങ്ങൾ റീജിയണലിസത്തിന് വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ UCC നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റീജിയണലിസം, പ്രാദേശികവാദങ്ങൾക്ക് ശക്തി പകരും. സോ നമ്മുടെ രാജ്യത്തിന്റെ ഡിസിന്റഗ്രേഷനിലേക്ക് ഇത് നയിക്കും, രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കും, യൂണിറ്റിയെ ബാധിക്കും. സോ UCC നടപ്പിലാക്കി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, യൂണിറ്റി ഇതിനൊക്കെ ഭീഷണിയാണ്. അതും ഇതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ പൊളിറ്റിസൈസേഷൻ ഓഫ് ദ ഇഷ്യൂ. Then attempts to arrive at UCC is perceived as the imposition of majoritarian views on certain sections of minorities. So മൈനോറിറ്റിയുടെ മുകളിലുള്ള മൈനോറിറ്റിക്ക് മുകളിലായിട്ട് മെജോറിറ്റിയുടെ കൾച്ചർ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് UCCയെ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ വൈൽഡ് പൊളിറ്റിക്കലൈസേഷൻ ഓഫ് UCC നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതും ഇതിന്റെ ഒരു വലിയ രൂപത്തിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അതും UCC നടപ്പിലാക്കാനുള്ള ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ദെൻ ഇമ്പാക്ട്സ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു പ്രാക്ടീസ് റിലീജിയൻ എൻഷൈൻഡ് ഇൻ ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആർട്ടിക്കിൾ 25, 26 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ആർട്ടിക്കിൾ 25ഉം 26ഉം അതിൽ നൽകുന്ന മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ UCC നെഗറ്റീവായിട്ട് ബാധിക്കും. വിച്ച് മീൻസ് UCC ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്നുണ്ട്. അടുത്തൊരു വെല്ലുവിളി നോൺ ജസ്റ്റിഷ്യബിൾ നാച്ചർ ഓഫ് DPSP. സോ UCC ഈസ് മെൻഷൻ ഇൻ ആർട്ടിക്കിൾ 44 പാർട്ട് 4A ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, which states that the state shall endeavor to secure for the citizens a uniform civil code throughout the territory of India. So DPSPs are only guidelines which can be implemented as per time and situation. So അടുത്തൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്നുള്ളൊരു ഭാഗം, അതായത് DPSPയുടെ ഭാഗമാണ്, അതുകൊണ്ട് നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്നുള്ളൊരു ഘടകവും ഇതിന്റെ ഒരു വെല്ലുവിളിയാണ്. സോ UCC നടപ്പിലാക്കാൻ ധാരാളം ചലഞ്ചസ് ഉണ്ട്. സോ ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ ഓഫ് കോമൺ ലോസ്, plurality of the country, then threat to territorial integrity and politicalization of the issue, and the impact on fundamental rights and non-justiciable nature of DPSP. So these are the challenges before establishing UCC in the country. Then, as recommended by the Law Commission in consultation paper in 2018, 2018 Law Commission recommended ചെയ്തത് UCC is neither necessary nor desirable at this stage. ഈ സമയത്ത് UCC അനാവശ്യ ഘടകമാണ് എന്നാണ് ലോ കമ്മീഷൻ 2018 റെക്കമെൻഡ് ചെയ്തത്. ദിസ് കമ്മീഷൻ സ്ട്രെസ് ഓൺ എഫേർട്സ് ടു റികൺസൈൽ ദ കൺട്രീസ് ഡൈവേഴ്സിറ്റി വിത്ത് യൂണിവേഴ്സൽ ആർഗ്യുമെന്റ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. 2018 ലോ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്
കൺട്രിയുടെ ഡൈവേഴ്സിറ്റി ആണ് വലുത് എന്ന് തന്നെയാണ്. So there is a need for codification of all personal laws so that the prejudices and stereotypes in every one of them would come into light and can be tested on the anvil of fundamental rights of the Constitution. Okay, എല്ലാ പേഴ്സണൽ ലോസിന്റെ ഒരു കോഡിഫിക്കേഷൻ അനിവാര്യമാണ്. സോ എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. So that's all. Okay, so what is UCC? What is the relevance of UCC? What are the challenges in implementing UCC? Okay, clear അല്ലേ? So ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉൾപ്പെടുത്താനുണ്ടോ? Either relevance or challenges. Okay, മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. Fundamental duties can help balance out rights of citizens and further make them more responsible towards the country's development. What additional fundamental duties, in your opinion, can help achieve this goal? മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങളെ ബാലൻസ് ചെയ്യുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ രാജ്യത്തെ പൗരന്മാരെ മോർ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. ദെൻ ഏതെല്ലാം പുതിയ അഡീഷണൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വികസനം കൂടുതലായിട്ട് ഉറപ്പുവരുത്താൻ കഴിയും? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? സാറേ മനസ്സിലായി. ഓക്കെ, അതിൽ നേരത്തെ നമ്മുടെ ഒറിജിനലി 14 പാർട്ട് 4 വരുന്ന 10 ഒറിജിനൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 40 ഇനി നമുക്ക് ഇനി വന്നോന്നേ അറിയില്ല. നമ്മുടെ ഒരു കമ്മീഷൻ, ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ടു പേ ടാക്സ്, അതുപോലെ ടു വോട്ടിംഗ് എല്ലാം ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആക്കി മാറ്റണം എന്ന് പറയുന്ന ടാക്സേഷനും വോട്ടിംഗ്, അങ്ങനെ 2 അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. പറഞ്ഞ റൈറ്റ് ടു വോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ടാക്സ് കട്ടും ഡ്യൂട്ടീസ് ഒക്കെ സന്ധാന കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. വർമ്മ കമ്മിറ്റി നമ്മൾ പറഞ്ഞു DPSP പോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. പക്ഷെ ചില ഡ്യൂട്ടീസ് ജുഡീഷ്യലി എൻഫോഴ്സിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹോണറിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും അത് ഡ്യൂട്ടിയാണ്. സോ ആരെങ്കിലും ദേശീയ പതാകയെ ബഹുമാനിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപഹസിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലാഗ് കോഡ് പ്രകാരം ഒഫൻസബിളുമാണ്. സോ ഈവൻ ദോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോട്ട് ജുഡീഷ്യലി എൻഫോഴ്സിബിൾ, സം ഡ്യൂട്ടീസ് ആർ ജുഡീഷ്യലി എൻഫോഴ്സിബിൾ. സോ അത് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് വർമ്മ കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. ക്ലിയർ അല്ലേ? സോ പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്തില്ല. ഓക്കെ, നമുക്ക് പോവാം. The fundamental duties are defined as the moral obligation of all citizens to help promote the spirit of patriotism and to uphold the unity of India. Okay, അപ്പം പാട്രിയോട്ടിസവും അതുപോലെ തന്നെ രാജ്യത്തിന്റെ യൂണിറ്റിക്ക് പൗരന്മാര് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം തുടങ്ങിയ മോറൽ ഒബ്ലിഗേഷൻ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. The idea of fundamental duties has been taken from estimate USSR. India's original constitution contained only fundamental rights and not fundamental duties. 11 fundamental duties were added in the constitution, Article 2A, by the 42nd Constitutional Amendment Act 1976 on the recommendation of Soren Singh Committee. So, very correction ഉണ്ട്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് 42nd അമെന്റ്മെന്റ് പ്രകാരം സോറൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി 86ാം ഭരണഘടനാ ഭേദഗതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 45 റൈറ്റ് ടു എഡ്യൂക്കേഷൻ
അത് നമ്മൾ പിന്നീട് ആർട്ടിക്കിൾ 21A കൊണ്ടേ ഇട്ടു. അത് 86ാം ഭരണഘടനാ ഭേദഗതി 2002 നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സെയിം ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതി ഒരു അഡീഷണൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ഉൾപ്പെടുത്തി. അതായത് ഡ്യൂട്ടി ഓഫ് ദ പാരന്റ്സ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ദ ചൈൽഡ്. ഓക്കെ, രക്ഷിതാക്കൾ ആ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി 86ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നടപ്പിലാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. Then fundamental duties establish democratic balance by making the people conscious of their duties equally as they are conscious of their rights. So പൗരന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പൗരന്മാരെ ഉണർത്തുകയാണ്. നിങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ട് എന്നതിന് പുറമെ നിങ്ങൾ ഈ അവകാശങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ അവകാശങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് നിങ്ങൾക്ക് അവകാശങ്ങൾ നൽകുമ്പോൾ അല്ലെങ്കിൽ ഭരണഘടന നിങ്ങൾക്ക് അവകാശങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ തിരിച്ച് ആ സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ ഭരണഘടനയോട് കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളൊരു ഉണർത്തൽ കൂടിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. So fundamental duties establish democratic balance by making people conscious of their duties equally as they are conscious of their rights. Then balancing out of rights. എങ്ങനെയാണ് അവകാശങ്ങളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ബാലൻസ് ചെയ്യുന്നത്? When rights and responsibilities are balanced, freedom is enhanced. Clear? So അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ബാലൻസ് ചെയ്താൽ മാത്രമേ ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ. വെറും അവകാശങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ ഫ്രീഡം ഉണ്ടാവില്ല. സോ പൗരന്മാർക്ക് അവകാശങ്ങളും കിട്ടണം, ആ പൗരന്മാർക്ക് ഉത്തരവാദിത്വവും ഉണ്ടാവണം. എങ്കിലേ അവരോട് എല്ലാവർക്കും ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ. Then they serve as a reminder to the citizen that while enjoying their rights, they should also be conscious of duties they owe to their country, their society and their fellow citizens. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവകാശങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നതിന് പുറമെ പൗരന്മാർ ഒരു കാര്യം കൂടി ഓർക്കണം, അവർക്ക് രാജ്യത്തോട് ചില കടപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ സമൂഹത്തോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള മറ്റാളുകളോട് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. സോ they serve as a source of inspiration for the citizen and promote a sense of discipline and commitment among them. Okay, സോ പൗരന്മാർക്ക് എല്ലാവർക്കും വേണ്ട പ്രചോദനം കൊടുക്കുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ഒരു സെൻസ് ഓഫ് ഡിസിപ്ലൈൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അവർക്കിടയിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ അവകാശങ്ങളെ, മൗലികാവകാശങ്ങളൊക്കെ ബാലൻസ് കൂടി ചെയ്യുന്നുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ ആണ്. Okay. Then fundamental duties make citizen responsible. Fundamental duties പൗരന്മാരെ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. Fundamental duties constitute the conscience of our constitution. They should be treated as constitutional value that must be propagated by all citizens. So fundamental duties എല്ലാ പൗരന്മാരും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ മൂല്യങ്ങൾ എന്ന നിലയിൽ പൗരന്മാർ പ്രൊപ്പഗേറ്റ് ചെയ്യണം. Then fundamental duties define the normal obligation of all citizens. പൗരന്മാർ എന്ത് ചെയ്യണം തുടങ്ങിയ ധാർമ്മികപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് serve as a warning against the anti-national and anti-social activities. ഓക്കെ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു വാർണിംഗ് ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയെ ബഹുമാനിക്കണം, ബഹുമാനിക്കാതിരുന്നാൽ അത് ദേശവിരുദ്ധമായ പ്രവർത്തനമാണ് തുടങ്ങി ഇത്തരത്തിലുള്ള ഒരു വാർണിംഗ് പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഇത്തരത്തിലുള്ള വാർണിങ്ങിലൂടെയും അതേപോലെ മോറൽ ഒബ്ലിഗേഷൻ ഡിഫൈൻ ചെയ്യുന്നതിലൂടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന നിലയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. ക്ലിയർ? സോ നിങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കണം എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് റെഫർ ചെയ്ത് എഴുതിയാൽ അത്രയും നല്ലത്. ഓക്കെ. Then fundamental duties make citizen conscious of his social and citizenship responsibilities. So shape the society in which all become soldiers and considerate the inalienable rights of their fellow citizens. Okay, so അങ്ങനെ പൗരന്മാരെ മൊത്തം ബോധവാന്മാരാക്കാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എങ്ങനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാരെ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് എന്ന് നമ്മൾ എത്തി.
Then അടുത്ത ചോദ്യം, what additional fundamental duties in your opinion can help achieve this goal? ഇതെല്ലാം അഡീഷണൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം ഒരു മോർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സോ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇപ്പോഴുള്ള 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിങ്ങൾക്ക് അറിയാം. സോ അഡീഷണൽ ഏതെല്ലാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വേണം? രാജ്യത്ത് കൂടുതൽ വികസനം ഉണ്ടാവണം, പൗരന്മാരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കണം. സോ എന്തെല്ലാം കൂടുതൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്താം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡ്യൂട്ടി ടു വോട്ട്. ഓക്കെ, ഇതൊക്കെ സംസ്ഥാന കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ്, പക്ഷെ പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല. ഡ്യൂട്ടി ടു വോട്ട്. The state can take several steps to ensure that this duty to vote is made operational and effective. Okay. So, വോട്ട് ചെയ്യണം എന്നെല്ലാ പൗരന്മാരോടും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലൂടെ ആവശ്യപ്പെടാം. Then, duty to pay taxes. Citizens must believe that their taxes are bound to be used for public good. The incorporation of the right to pay taxes are part of fundamental duties in the Constitution will shift the onus into the taxpayer to pay taxes rather than tax department to collect them. Okay. So that just to describe it in the so duty to vote and duty to pay taxes and duty to help accident victims, duty to keep premises clean, duty to protect whistleblowers. Okay. സോ അങ്ങനെ ധാരാളം ഡ്യൂട്ടികൾ നമുക്ക് ഉൾപ്പെടുത്താം. സോ ഇത്തരത്തിലുള്ള ഡ്യൂട്ടികൾ ഉൾപ്പെടുത്തുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ വികസനവും പൗരന്മാരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാനും നമ്മൾക്ക് കഴിയും. ക്ലിയർ അല്ലേ? സോ ജസ്റ്റ് എക്സാമ്പിൾ ഇട്ടുള്ളൂ, നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഡ്യൂട്ടി ഉൾപ്പെടുത്താം. ക്ലിയർ അല്ലേ? ഓക്കെ സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. സാറേ, നമുക്ക് ഈ ആർട്ടിക്കിൾ 51AH ഇല്ലേ, അതായത് ഇറ്റ് ഷാൽ ബി എ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു എൻക്വയറി സയന്റിഫിക് ടെമ്പർ റാഷണാലിറ്റി, ആ സംഭവം. അപ്പൊ നമുക്കത് ഇറ്റ് ക്യാൻ ബി, അതായത് അത് നല്ല രീതിയിൽ അതിനെ എംഫസൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ പനേഷ്യ ഫോർ ഓൾ പൊളിറ്റിക്കൽ ഇൽനെസ്. അതായത് ഇറ്റ് ക്യാൻ സീസ് ഓൾ ദി ഇങ്ങനെ സോഷ്യൽ പ്രോബ്ലംസ്, പിന്നെ ഡെവലപ്മെന്റ് കൊണ്ടുവരും. എക്സാമ്പിൾ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ്, അതായത് കുറച്ച് സയന്റിഫിക് ടെമ്പറും സ്പിരിറ്റ് ഓഫ് എൻക്വയറിയും കൂടുതലുള്ള നേഷൻസ് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അപ്പോ ആ ഒരു ഇതിൽ ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 32 റെമഡി ഫോർ മറ്റേ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ എന്ന് പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരികയാണെങ്കിൽ അത് എല്ലാ പ്രശ്നങ്ങളും വീട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആർട്ടിക്കിൾ അല്ലേ സാറേ അത്? ഓക്കെ ഓക്കെ, അങ്ങനെയും പറയാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ജുഡീഷ്യലി എൻഫോഴ്സിബിൾ ആക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ജുഡീഷ്യലി എൻഫോഴ്സിബിൾ അല്ല, അതിൽ കുറച്ചും കൂടിയും എംഫസൈസ് ചെയ്തിട്ട് അത് അതിന് കുറച്ചും കൂടിയും ഇപ്പം നമ്മുടെ അഡൽട്ട് ഇന്നോവേഷൻ മിഷൻ അങ്ങനെയൊക്കെ വരെ അവര് അതിന് കൂടുതൽ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നാഷണൽ പ്ലാൻ പോലെ അപ്പൊ നമ്മുടെ പഴയ ആവശ്യമില്ലാത്ത സൊസൈറ്റിയിലെ കാര്യങ്ങളൊക്കെ ഇല്ലാതെ ആക്കാൻ പറ്റും. ഓക്കെ 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 ശരി. ഓക്കെ, അങ്ങനെ ചെയ്യാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. Then examine the various ways in which the parliament exercises control over the executive. പാർലമെന്റ് എങ്ങനെയാണ് എക്സിക്യൂട്ടീവിന്റെ മേലിൽ കൺട്രോൾ ഉറപ്പുവരുത്തുന്നത്? ആ വഴികൾ ഏതൊക്കെയാണ്? സോ ഹൂ ഈസ് ബേസിക്കലി എക്സിക്യൂട്ടീവ്? ആരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? എക്സിക്യൂട്ടീവ് ഹെഡ് പിന്നെ പ്രസിഡന്റ് ആണ്. ഓക്കെ, എക്സിക്യൂട്ടീവ് ഹെഡ് പ്രസിഡന്റ് ആണ്. സോ ഭരണഘടനയിൽ ആരൊക്കെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആരൊക്കെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. Council of Ministers elected by the election, both in union and state governments. Executive. Okay. So പരിപൂർണ്ണമായിട്ടില്ല. ഒരു 5 പേരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവായിട്ട് 5 പേരുണ്ട്, അതുപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവായിട്ട് 5 പേരുണ്ട്. Okay, it's a president, vice president, then prime minister, union council of ministers. The 6th one I don't remember.
സ്പീക്കറും ഗവർണറും വരും. സ്പീക്കറും ഗവർണർ അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ആണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ആണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ഓക്കെ, അതിന്റെ കൗണ്ടർ പാർട്ട് സ്റ്റേറ്റിലും വരും. ഓക്കെ, ഗവർണർ, CM, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ. ക്ലിയർ? ഇവരാണ് എക്സിക്യൂട്ടീവ്. സോ ഈ എക്സിക്യൂട്ടീവിന്റെ മുകളിൽ എസ്പെഷ്യലി ഇവിടെ ഉദ്ദേശിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുകളിൽ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വിത്ത് എക്സിക്യൂട്ടീവിന്റെ പ്രൈം മിനിസ്റ്റർ വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുകളിൽ എങ്ങനെയാണ് പാർലമെന്റ് കൺട്രോൾ കൊണ്ടുവരുന്നത്, ആ വഴികൾ പറയാണ് പറഞ്ഞത്. പാർലമെന്റ് എങ്ങനെയാണ് എക്സിക്യൂട്ടീവിന്റെ മുകളിൽ കൺട്രോൾ ഉറപ്പുവരുത്തുന്നത്? ആർട്ടിക്കിൾ 75 പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആണ്, പിന്നെ മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിനോട് റെസ്പോൺസിബിൾ ആണ്. അതുവഴി അവർക്ക് അങ്ങനെ അതിനൊരു ബ്രീച്ച് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇപ്പം നോ കോൺഫിഡൻസ് മോഷൻ പോലത്തെ സംഭവങ്ങൾ വഴി കൊണ്ടുവരാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Okay, so there are so many ways in which Parliament exercises control over executive. Let's discuss. All the legislative powers of the federal government are vested in Parliament. The laws framed by the Indian Parliament are enforced in the whole of the country. The Parliament of India is a bicameral legislature. Being a multifunctional body, Parliament performs a number of powers like legislative, executive, financial, judicial, and electoral powers. Okay, so Parliament is a multifunctional body ആണ്. സോ അതുകൊണ്ട് തന്നെ പാർലമെന്റിന് വ്യത്യസ്ത രൂപത്തിൽ അധികാരങ്ങളുണ്ട്. ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള അധികാരങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അധികാരങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളുണ്ട്, ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളുണ്ട്, ഇലക്ട്രൽ ആയിട്ടുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സ്. അക്കോർഡിംഗ് ടു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, the executive is responsible to Parliament for its acts and policies. So as per Article 75, the ministers are collectively responsible to Lok Sabha. Okay. So Article 75 പ്രകാരം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ലോകസഭയോട് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. So what do you mean by collectively responsible? It means that the ministers can enjoy their office as long as the confidence of Parliament remains. പാർലമെന്റിൽ വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ മിനിസ്റ്റേഴ്സിന് മന്ത്രി ആസ് എ മിനിസ്റ്റർ എന്ന രൂപത്തിൽ ആ ഓഫീസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പാർലമെന്റിന്റെ വിശ്വാസമില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. സോ ഹെൻസ് പാർലമെന്റ് എക്സൈസ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് ബൈ വാരിയസ് മെഷേഴ്സ് ലൈക്ക് കമ്മിറ്റീസ്, ക്വസ്റ്റ്യൻ ഹവർ, സീറോ ഹവർ തുടങ്ങിയ പാർലമെന്റിന്റെ വ്യത്യസ്തമായ ഉപാധികളിലൂടെ, മീൻസുകളിലൂടെ പാർലമെന്റ് എക്സിക്യൂട്ടീവിന്റെ മേൽ കൺട്രോൾ വരുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 75 പ്രകാരം എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആണ്. കാരണം പാർലമെന്റിൽ വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ എക്സിക്യൂട്ടീവിന് ഓഫീസിൽ ഇരിക്കാൻ കഴിയുള്ളൂ. സോ പാർലമെന്റ് ഈ എക്സിക്യൂട്ടീവിന്റെ മുകളിൽ വ്യത്യസ്ത രൂപത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പാർലമെന്ററി കമ്മിറ്റീസിലൂടെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഹവറിലൂടെയും സീറോ ഹവറിലൂടെയും മറ്റു ഉപാധികളിലൂടെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. So let's discuss one by one. First one, question hour. Okay. So question hour, the first hour of every parliamentary sitting is slotted for the question hour. During this 1 hour, members of parliament ask questions to ministers and hold them accountable for the functioning of their ministers. So question hour മലയാളത്തിൽ ചോദ്യോത്തര വേള എന്ന് പറയും. So പാർലമെന്റിലെ എംപിമാർക്ക് അതായത് കൺസേൺഡ് മിനിസ്ട്രിയിൽപ്പെട്ട മിനിസ്റ്റേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ മിനിസ്റ്റേഴ്സ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. സോ ക്വസ്റ്റ്യൻ ഹവറിലൂടെ പാർലമെന്റ് മിനിസ്റ്റേഴ്സിന്റെ മുകളിൽ കൺട്രോൾ ചെലുത്തുന്നുണ്ട്. Then there are 3 types of questions. എഴുതണമെന്നില്ല. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ മീൻസ് ദിസ് റിക്വയർസ് ഓറൽ ആൻസർ ആൻഡ് ഹെൻസ് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് can follow. Unstarred questions ഉണ്ട്. This requires written answer and hence supplementary questions cannot follow. Then short notice questions ഉണ്ട്. That is asked by giving a notice of less than 10 days. It is answered orally. So there are 3 types of questions ഉണ്ട്. Starred questions ഉണ്ട്, unstarred questions ഉണ്ട്, and short notice questions ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ അവറിൽ പാർലമെന്ററി എംപിമാർ അതാത് മിനിസ്റ്റേഴ്സിനോട് ചോദിക്കും. അതാത് മിനിസ്റ്റേഴ്സ് അതിനുള്ള ചോദ്യത്തിനുള്ള മറുപടികൾ കൊടുക്കണം. Then രണ്ടാമത് സീറോ ഹവർ. സീറോ ഹവറിലെ ഡിസ്കഷനുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. Under this, MPs can raise matters without any prior notice.
The 0 hour starts immediately after the question hour and lasts until agenda of the day. Okay. So 0 hour പാർലമെന്ററി എംപിമാര് സമകാലിക പ്രസക്തമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ പാർലമെന്റ് മുന്നിൽ കൊണ്ടുവരികയും ഗവൺമെന്റിനെ വിശദമായി വിമർശിക്കുന്ന ഒരു ഘട്ടമാണ്. സോ കാലിക പ്രസക്തമായ സംഭവങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അപാകതയെ ചോദ്യം ചെയ്യാനൊക്കെ 0 ഹവറിൽ എംപിമാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ 0 ഹവറിലും പാർലമെന്റ് എക്സിക്യൂട്ടീവിന്റെ മുകളിൽ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. Then parliamentary committees scrutinize legislative proposals and inspect the legislative, executive and financial functions of government. So parliament വ്യത്യസ്തമായ parliamentary committee നിയമിക്കും. ആ parliamentary committee ഗവൺമെന്റിന്റെ legislative proposal അതുപോലെ തന്നെ executive proposals and financial functions എല്ലാം scrutinize ചെയ്യും. For example, CAG, Controller and Auditor General, പാർലമെന്റിന് വർഷാവർഷം റിപ്പോർട്ട് പ്രസിഡന്റ് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രസിഡന്റ് ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ മുന്നിൽ വെക്കും. സോ പാർലമെന്റിന് വേണ്ടി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് പാർലമെന്റ് ആണ് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നത്. സോ അങ്ങനെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രപ്പോസലുകളെയൊക്കെ പാർലമെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പാർലമെന്ററി കമ്മിറ്റിയിലൂടെയും പാർലമെന്റ് ഗവൺമെന്റിന്റെ മുകളിൽ കൺട്രോൾ വരുത്തുന്നുണ്ട്. ക്ലിയർ? ക്ലിയർ അല്ലേ? Okay. Then the parliament can also express lack of confidence in the government by adopting motions like non-confidence motion and motion of thanks. The adoption of non-confidence motion and non-adoption of motion of thanks would lead to the collapse of Council of Ministers. So non-confidence motion പാസ്സായി കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ പാർലമെന്റിന് ഭൂരിപക്ഷം ഇല്ല എന്നർത്ഥം. സോ ആ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ മോഷൻ ഓഫ് താങ്ക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പീരിയോഡിക് ഇലക്ഷന് ശേഷവും ഓരോ 5 വർഷം കൂടുമ്പോഴും ആദ്യത്തെ ലോകസഭയുടെ മീറ്റിംഗിലും അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും ആദ്യത്തെ സെഷൻ ക്ലിയർ പ്രസിഡന്റ് 2 സഭയും അഡ്രസ് ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടക്കും. സോ ആ പ്രസംഗത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ചും പ്രപ്പോസൽസുകളെ കുറിച്ചും ഒരു ഷോർട്ട് ആയിട്ടുള്ള രൂപത്തിലുള്ള പ്രസംഗമായിരിക്കും പ്രസിഡന്റ്. സോ പ്രസിഡന്റ് പ്രസംഗം കഴിഞ്ഞ ശേഷം ഒരു മോഷൻ ഓഫ് താങ്ക്സ് സഭയിൽ അവതരിപ്പിക്കും. സോ മോഷൻ ഓഫ് താങ്ക്സ് പാസ്സായി കഴിഞ്ഞാൽ അതിനർത്ഥം ഓക്കെ ഗവൺമെന്റിന് വരാൻ പോകുന്ന പ്രപ്പോസൽസിനെ പാർലമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. സോ മോഷൻ ഓഫ് താങ്ക്സ് അഥവാ പാർലമെന്റ് പാസ്സാക്കിയില്ലെങ്കിൽ അതിനർത്ഥം വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ പ്രപ്പോസൽസുകളിലും അതുപോലെ തന്നെ പോളിസികളിലും ഈ പാർലമെന്റിന് വിശ്വാസമില്ല എന്നാണ്. സോ മോഷൻ ഓഫ് താങ്ക്സ് പ്രസിഡന്റ് പ്രസംഗത്തിന് ശേഷമുള്ള മോഷൻ ഓഫ് താങ്ക്സ് അഡോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ മന്ത്രിസഭയും താഴെ വീഴും. സോ നോൺ കോൺഫിഡൻസ് മോഷൻ വഴിയും അതുപോലെ തന്നെ മോഷൻ ഓഫ് താങ്ക്സ് തുടങ്ങിയ ഇത്തരത്തിലുള്ള മോഷൻസ് വഴിയും പാർലമെന്റ് എക്സിക്യൂട്ടീവിന്റെ മേൽ കൺട്രോൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ചോദിച്ചോളൂ. നമുക്ക് ഈ മോഷൻ ഓഫ് താങ്ക്സ് ഇത് വോട്ട് ചെയ്യുന്ന സമയത്ത് അതിന് നോൺ കോൺഫിഡൻസ് മോഷന്റെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പോ ഈ സാധാരണ നോൺ കോൺഫിഡൻസ് മോഷൻ നമ്മൾ ലോക്സഭയിൽ മാത്രം വെച്ചാണ് നമ്മൾ ഈ സർക്കാരിന്റെ കോൺഫിഡൻസ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ജോയിന്റ് സിറ്റിംഗ് ആയിട്ടല്ലേ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ചെയ്യുമ്പോഴത്തേക്ക് രാജ്യസഭയും വോട്ട് ചെയ്യുന്ന ഒരു കേസിൽ അതെങ്ങനെയാണത് ഒരു നോൺ കോൺഫിഡൻസ് മോഷനിൽ എടുക്കുന്നത്? അതേ ലോക്സഭയുടെ വോട്ട് മാത്രമാണ് നോക്കുന്നത്, എങ്ങനെയാണത്? ഇത് ഒരു മൊറാലിറ്റിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഇപ്പൊ നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ രാജിവെക്കണം എന്ന് തന്നെയാണ് അർത്ഥം. അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. കാരണം സഭക്ക് വിശ്വാസമില്ല, ഓക്കെ ദെൻ യു ക്യാൻ ഗോ. വോട്ടിംഗ് ജോയിന്റ് സിറ്റിംഗില് ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചാണ് നടത്തുന്നത്? അല്ല, ഇത് മോഷൻ ഓഫ് താങ്ക്സിന് രണ്ടുപേരും ഒരുമിച്ചാണ്. പക്ഷെ അതുകൊണ്ട് രാജിവെക്കണം എന്ന അർത്ഥമൊന്നുമില്ല. പക്ഷേ ധാർമ്മികപരമായിട്ട് രാജിവെച്ച് പോകണം. അതാണ് മോഷൻ ഓഫ് താങ്ക്സിന്റെ ലക്ഷ്യം. മറ്റോടെ എന്തായാലും നിർബന്ധമായി രാജിവെച്ച് പോകണം. ഇത് നിർബന്ധമല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ രാജിവെക്കണം. ഒരു മൊറാലിറ്റിയാണ്. ക്ലിയർ? പാർലമെന്റിന് അവരുടെ പ്രപ്പോസൽ വിശ്വാസമില്ല എന്നാണ് അർത്ഥം. ക്ലിയർ? അങ്ങനെ
സിറ്റുവേഷൻ ഈ അടുത്തങ്ങോട്ട് ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. രാജ്യസഭയിൽ കാര്യമായ ഒരു മെജോറിറ്റി ഇല്ലായിരുന്നു. അതിനെന്തോ അമെന്റ്മെന്റ് വെക്കും, എന്തോ ഒരു പ്രൊവിഷൻ കൊണ്ടുവരും എന്തോ ചെയ്തില്ലായിരുന്നു. എന്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കണമുണ്ട്. എങ്ങനെ കൊണ്ടുവന്നു? അല്ല, ഈ മോഷൻ ഓഫ് താങ്ക്സ് വന്ന സമയത്ത് രാജ്യസഭയിൽ എങ്ങാണ്ട് ഒരു മെജോറിറ്റി ഇല്ലാത്തൊരവസ്ഥ വരികയും അങ്ങനെ എന്തോ ഒരു ഇൻസിഡന്റ് ഈ അടുത്ത കാലത്തോ 2-3 വർഷത്തിനകത്ത് വന്നിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇപ്പൊ ലോകസഭയിലും രാജ്യസഭയിലൊക്കെ ബഹുഭൂരിപക്ഷവും ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിനുള്ള ചാൻസ് കാണുന്നില്ല. ഇപ്പം 2 വർഷം മുമ്പ് വരെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു. ഇപ്പം രാജ്യസഭയിൽ ലോക്സഭയിലും ഭൂരിപക്ഷം. അല്ല, ഞാൻ 2 വർഷം അല്ലെങ്കിൽ BJP വരുന്ന സമയത്ത് എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ സമയത്ത് കോൺഗ്രസ് എങ്ങാണ്ട് മെജോറിറ്റി ആയിരുന്നു രാജ്യസഭയിൽ. അങ്ങനത്തെ എന്തോ ഒരു വിഷയം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, so മുന്നോട്ട് പോകാം. The Parliament also controls the executive by rejecting money bills. Okay, money bills, by passing censure motion and adjournment motion. ഈ മോഷനുകളൊക്കെ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്യുക. ഇത്തരത്തിലുള്ള മോഷൻസ് ഒക്കെ പാസ്സാക്കുന്നതിലൂടെ എക്സിക്യൂട്ടീവിന്റെ മേൽ പാർലമെന്റ് കൺട്രോൾ വരുന്നുണ്ട്. ദെൻ ബൈ പാസിംഗ് കട്ട് മോഷൻ, 3 രൂപത്തിലുള്ള കട്ട് മോഷനുകൾ ഉണ്ട്. ആൻഡ് ഡിഫീറ്റിംഗ് ദ ഗവൺമെന്റ് ഓൺ വൈറ്റൽ ഇഷ്യൂസ്, പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ പാർലമെന്റിൽ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിലൂടെയൊക്കെ അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പാർലമെന്റ് ഗവൺമെന്റിന്റെ മേലിൽ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. So the parliament, apart being a legislative organ of the government, it controls the executive being exercising arbitrary powers, hasty steps and keeping the morals enshrined the democracy. So executive ഒരു ഏകാധിപത്യ പവർ ആവാതെ തിടുക്കത്തിൽ സ്റ്റെപ്പുകൾ എടുക്കാതെ ഭരണഘടനയിൽ പറയുന്ന മൂല്യങ്ങളെയെല്ലാം കീപ്പ് ചെയ്യാൻ പാർലമെന്റ് കൺട്രോളിലൂടെ സഹായിക്കുന്നുണ്ട്. സോ ക്ലിയർ അല്ലേ? Examine the various ways in which Parliament exercises control over the executive. Clear അല്ലേ? ഒരു ചെറിയ എക്സിക്യൂട്ടീവ് എന്നുള്ളത് നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിൽ മാത്രമാണ് ജനറലി എല്ലാ ഉദ്യോഗസ്ഥരെയും നമുക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയാവൂ? അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞു. ഒന്ന് പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, നോൺ പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. സോ ഇവിടെ പറഞ്ഞ എക്സിക്യൂട്ടീവ് നോൺ പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ശരി. സോ അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാണ്. കണ്ടംപററി ആയിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലൊരു സാധനമാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. ദ ഗവർണർ ഷുഡ് ബി ഡിസ്ചാർജ് ഹിസ് ഓർ ഹെർ ഡ്യൂട്ടി in accordance with the spirit of constitution, not just be an agent of center. Discuss. Governor should be discharged his duty in accordance with the spirit of constitution, not just be an agent of the center. Discuss. So I will answer here. സർ, അതിന് ആൻസർ ഞാൻ പറയാം സർ. അതായത് ഗവർണർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഗവർണറെ നിയമിക്കുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് അടിയന്തരാവസ്ഥ രാജ്യത്ത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ, അതായത് രാഷ്ട്രപതി ഭരണം നിലവിൽ വരുമ്പോൾ അവിടെ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഗവർണർ ആയിരിക്കും. അതുകൊണ്ട് ബാക്കി അല്ല, അത് കേന്ദ്രത്തില്, അതായത് മറ്റേ സ്റ്റേറ്റില് പിന്നെ 356 പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഭരണകാര്യങ്ങളെല്ലാം കേന്ദ്രത്തിന് വേണ്ടി ഗവർണർ ആയിരിക്കും ചെയ്യുക. അതായത് സ്റ്റേറ്റിലെ സ്റ്റേറ്റ് മെഷീനറിയെ വേണമെങ്കിൽ ഗവർണറിന് ഇല്ലാണ്ടാക്കാം. അതെ, ശരിയാണ്. ചില ഘട്ടങ്ങളിൽ അനിവാര്യമല്ലേ? അതെ, അനിവാര്യമാണ്. ഓക്കെ, സോ അനിവാര്യമാണ്, പക്ഷേ ചില ഘട്ടങ്ങളിൽ അനിവാര്യതയും അല്ല. ഏത് അനിവാര്യം ഏത് അനിവാര്യതയല്ല എന്നുള്ളത് വിവേകപൂർണമായ തീരുമാനം ഗവർണർ എടുക്കണം. അതാണ് വേണ്ടത്. പറഞ്ഞോളൂ.
ഗവർണർ ഇൻ ദ സെൻസ് സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഗവർണർ എന്ന് പറയുന്ന ഒരു എലക്ടഡ് പോസ്റ്റ് അല്ല. അപ്പോ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക്കലി എലക്ടഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണ്, അവരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന നിലയിൽ ഗവർണർ ആക്ട് ചെയ്യേണ്ടത്. അത് മറ്റ് സന്ദർഭങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോ 356 പ്രകാരം അത് മറ്റ് പിന്നെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുക, അതല്ലെങ്കിൽ പിന്നെ ആർക്കാണ് മെജോറിറ്റി എന്നതിനെ കുറിച്ച് വ്യക്തമായ ഇങ്ങനെയുള്ള സമയത്ത് 350 കൊണ്ടുവരുന്നത് വേറെ കേസാണ്. അത് അബ്നോർമൽ കേസുകളാണ്. നോർമൽ കേസസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന നിലയിൽ ഡെമോക്രസിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു എലക്റ്റഡ് പാർലമെന്റിനെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിന് അനുസരിച്ചാണ് ഗവൺമെന്റ് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ. സോ അത് നോർമലി അങ്ങനെ തന്നെ അല്ലേ? ഏജന്റ് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രസിഡന്റിന് അതുവഴി ഒരു ഫെഡറൽ ഗവൺമെന്റിന് ഉള്ള ഒരു ലിങ്ക് ആണ് യഥാർത്ഥത്തിൽ ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും കൂടിയുള്ള ലിങ്ക് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ആക്ട് ചെയ്യുന്നത്. അതേസമയം അതൊരു പ്രസിഡന്റിന്റെ ഒരു ഏജന്റ് മാത്രമായിട്ട് മാറാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. സോ അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ ഗവർണർ എന്നുള്ള പോസ്റ്റ് എടുത്തിരിക്കുന്നത്. സോ അതില് നമ്മൾ സെൻട്രലിനെയും സ്റ്റേറ്റിനും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ സെൻട്രലിന്റെ കുറെ ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുകൊണ്ട് ചെക്ക് ചെയ്യുന്ന പോലെ വരുന്നുണ്ട്. ഇപ്പൊ പാർട്ടീസ് ചില സമയത്ത് നമ്മുടെ സെൻട്രലിലെ പാർട്ടീസ് മാറുന്നതിനനുസരിച്ച് തന്നെ പല സ്റ്റേറ്റിലെയും ഗവർണറിന്റെ പോസ്റ്റുകൾ മാറ്റാറുണ്ട്. അപ്പൊ അത് വെച്ചെന്ത് ഒരു പൊളിറ്റിക്കൽ വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് തന്നെ സ്പിരിറ്റില് ആണ് ഗവർണർ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു വെച്ച് നോക്കുമ്പോൾ വെച്ചാൽ സെന്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സെന്ററിന്റെ കാര്യങ്ങൾക്കനുസരിച്ച് സെന്ററിലെ മജോറിറ്റി അനുസരിച്ചോ സ്റ്റേറ്റിലുള്ള പാർട്ടി സെന്ററിലെ മൈനോറിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഗവർണർ പാടില്ല. എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ലൈൻസിൽ തന്നെ അത് വർക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യനില് ഇതിൽ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഈ പറഞ്ഞ രണ്ടിതും പറയാം, നമുക്ക് രണ്ട് ചായവും പറയാം. ഇപ്പൊ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പിരിറ്റ്സിനെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും എക്സാമ്പിളുകളൊക്കെ കോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബൊമ്മൈ കേസിൽ സർക്കാരിയ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്രസിഡന്റ് റൂള്, കർണാടകയിലൊക്കെ പ്രസിഡന്റ് റൂള് കൊടുത്തപ്പോഴത്തേക്ക് അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ പറഞ്ഞു. അതുപോലെ ഗവർണറുടെ ഡിസ്ക്രിഷൻ എടുക്കുമ്പോഴത്തേക്ക് ആ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂട്ടീസും എല്ലാം നോക്കിയിട്ട് ആ ഡിസ്ക്രിഷൻ, ക്വാളിറ്റി ഡിസ്ക്രിഷനിലും അത് ഒരു എന്താ പറയുക ജസ്റ്റിസും ജുഡീഷ്യറിയുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയിട്ട് ആ ഡിസ്ക്രിഷൻ പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ ആ സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിലായിരിക്കും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. ഒരു സർക്കാരിയ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബൊമ്മൈ കേസ്. ഓക്കെ, വെരി ഗുഡ്. സോ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഗവർണറിന് ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. ഓക്കെ, ലൈക്ക് ദ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റിനെ പോലെ തന്നെ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് ഗവർണർ. അറ്റ് ദ സെയിം ടൈം ഹീസ് എൻ ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഒരേ സമയം രണ്ട് ഫങ്ഷൻസ് ആണ് ഗവർണർ ചെയ്യുന്നത്. ഒന്ന് സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്, മറുഭാഗത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റുമാണ്. സോ ഗവർണർ ഷുഡ് ആക്ട് ആസ് പെർ ദ എയ്ഡ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ സോ ഫാർ ഹിസ് പേഴ്സണൽ ഡിസ്ക്രിഷൻ ഇസ് കൺസേൺ. സോ ഗവർണറും പ്രസിഡന്റിനെ പോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം പ്രവർത്തിക്കണം. പക്ഷെ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പേഴ്സണൽ ഡിസ്ക്രിയേഷൻ ഉപയോഗിക്കാം. സോ ദിസ് പേഴ്സണൽ ഡിസ്ക്രിയേഷൻ ആണ് ഏറ്റവും കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഗവർണറുടെ ഡിസ്ക്രിയേഷൻ എന്ന് ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ മുന്നിലിരിക്കുന്ന ഒരു വിഷയം ഗവർണറുടെ ഡിസ്ക്രിയേഷൻ ആണോ അല്ലയോ എന്ന ചർച്ചയിൽ ഗവർണറുടെ തീരുമാനമാണ് ഫൈനൽ.
ക്ലിയർ? ഇപ്പം സംഭവം ഒരു പ്രപ്പോസൽ ഉണ്ട്, ഇതിൽ ഗവൺമെന്റ് തന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കണോ അല്ലെങ്കിൽ അത് മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ ഗവർണറുടെ തീരുമാനമാണ് നടപ്പിലാവുക. സോ ഗവർണർ തീരുമാനിക്കാം. സോ ക്വസ്റ്റ്യൻ ഇവിടെ ഗവർണറുടെ ഈ ഡിസ്ക്രിഷണറി പവർ ഗവർണർ എങ്ങനെ ഉപയോഗിക്കണം? ഇൻ അക്കോർഡൻസ് വിത്ത് സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ സ്പിരിറ്റിനനുസരിച്ച് ഉപയോഗിക്കണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് ഇസ് നോട്ട് എലക്റ്റഡ് ബട്ട് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു നോമിനേറ്റീവ് ബോഡിയാണ്, അല്ലെങ്കിൽ നോമിനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഗവർണറായിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ ഗവർണറിലൂടെ നടപ്പിലാവുന്നുണ്ട്. സോ അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്നാണ് ഇതിലൂടെ ചോദിക്കുന്നത്. നമുക്ക് ആൻസർ ചെയ്യാം. സോ ദ ഗവർണർ ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് and the chief executive head of the state, whose powers are enshrined in Part 6 of the Constitution. The governor also acts as an agent of the central government. Therefore, the office of governor has dual role and forms an important part of the state executive. So, governor രണ്ട് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ഒന്ന് സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്, രണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഏജന്റ് ആണ്. Okay. Then roles and responsibilities. A governor പറയുന്ന കാര്യങ്ങളെ ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം മതി. A governor possesses executive, legislative and financial and judicial powers more or less analogous to President of India. However, he has no diplomatic, military or emergency powers like that of President. Then the governor's primary responsibilities are serve as the state chief executive officer and oversees the functions of the executive branch of the government, appoint the leader of the majority party as a chief minister, then appoint the Advocate General, Chairman and members of respective state public service commission, appoint district judges, recommend imposition of constitutional emergency to President, recommend legislation to the Legislative Assembly, then review and sign bills that are approved by both the Vidhan Sabha and Vidhan Parishad, State Legislative Assembly, State Legislative Council, പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കുക. If a bill is vetoed, it is returned to the Legislative Assembly. Then give approval to the introduction of money bill. He also may pardon, remit and commute the sentence of person convicted by a state court, although he cannot pardon someone who is awarded death sentence. Okay. So ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. Then എന്താണ് ഗവർണറുടെ റോളുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് എന്ന് നോക്കാം. First one, abuse of power by the center. There are numerous examples of the governor's position being abused, usually at the behest of the ruling party at the center. The process of appointment has generally been caused behind it. Okay. So, central governmentന്റെ ആവശ്യാനുസരണം സ്റ്റേറ്റിലെ മെഷീനറിയെ മാറ്റിമറിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. സോ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കുറെ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭ താഴെ വീണു. ഓക്കെ. ചില ഘട്ടങ്ങളിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള സിംഗിൾ മെജോറിറ്റി പാർട്ടി ക്ഷണിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഭൂരിപക്ഷം ഇല്ലാത്തവരെ വിളിക്കുന്നു, കോalitionനെ വിളിക്കുന്നു. സോ യാതൊരു മാനദണ്ഡവുമില്ലാതെ സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്റെ അധികാരം ദുർവിനിയോഗം നടത്തുന്ന ഒരു ട്രെൻഡ്, അബ്യൂസ് ഓഫ് പവർ ബൈ ദി സെന്റർ കാണുന്നുണ്ട് ഗവർണർ റോളിലൂടെ. Then biased ideology. In several cases, the politicians and former bureaucrats identifying with the particular political ideology have been appointed as the governors by the central government. Okay. So biased ideology തന്നെ തങ്ങളുടെ ആശയങ്ങൾ മാത്രം കീപ്പ് ചെയ്യുന്ന ആളുകളെ അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ബിജെപിയുടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു പൊളിറ്റീഷ്യനെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. സോ that governor has a biased ideology. So എപ്പോഴും ബിജെപിക്ക് അനുകൂലമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുള്ളൂ. സോ ഇത് ഇന്നലെ തുടങ്ങിയ ട്രെൻഡ് അല്ല, കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട്. സോ biased ideology is also another issue. Then favoring a particular political party, the governor's discretionary powers to invite the leader of the largest party or alliance post-election to form the government has often been misused in favor of the particular political party. So ഏത് സംസ്ഥാനങ്ങൾ, ഇപ്പം കുറെ സംസ്ഥാനങ്ങളിൽ നമ്മൾ എക്സാമ്പിൾ കണ്ടു, കർണാടകയിൽ കണ്ടു, ദെൻ ഗോവയിൽ കണ്ടു. ഇവിടെയൊക്കെ
ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അനുകൂലമായ രൂപത്തിൽ അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ തീരുമാനമെടുക്കുന്നു. സോ ദീസ് ആർ ദി ഇഷ്യൂസ് റിലേറ്റഡ് ടു ഗവർണേഴ്സ് ഓഫീസ്, അബ്യൂസ് ഓഫ് പവർ ബൈ ദി സെൻട്രൽ, ബയാസ്ഡ് ഐഡിയോളജി ആൻഡ് ഫേവറിംഗ് എ പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി. സോ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഗവർണറിന്റെ ഓഫീസുമായിട്ടുണ്ട്. സോ നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെല്ലാം ഈ ഗവർണറിന്റെ ഈ മിസ് ബിഹേവിയർ എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം എന്നുള്ളൊരു ചോദ്യം. ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, it is equally important that the governor must act judiciously, impartially and efficiently while exercising his discretion and personal judgment. So governor തന്റെ discretion ഉപയോഗിക്കുമ്പോൾ ആ discretion judiciously and impartially and efficiently ആയിരിക്കണം. judicious ആയിരിക്കണം, impartial ആയിരിക്കണം and efficient ആയിരിക്കണം. There is a need for proper checks and balances to streamline the functioning of these offices. Then recommendation of Sarkariya Commission and Punji Commission can be followed in true spirit. Okay. So, ഈ ഗവർണർ തന്റെ അധികാര ദുർവിനിയോഗം, ഫോർ എക്സാമ്പിൾ 1977 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സോ ഈ മൊറാർജി ദേശായി നേതൃത്വത്തിൽ വന്ന അന്നത്തെ ഗവൺമെന്റ് ആദ്യം ചെയ്തത് കോൺഗ്രസ് കാലഘട്ടത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട എല്ലാ ഗവർണർമാരെയും പിരിച്ചുവിട്ടു. 1980 പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വന്നു. ഇന്ദിരാഗാന്ധി ആദ്യം ചെയ്തത് എവിടെയൊക്കെയാണോ കോൺഗ്രസ് ഇതര പൊളിറ്റീഷ്യൻസ് ഗവർണർ ആയിട്ടുള്ളത് അവരെല്ലാം പിരിച്ചുവിട്ടു. ക്ലിയർ? സോ അങ്ങനെ സെൻട്രൽ ഭരിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. സോ റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷന്റെ ഇത് അവിടെയാണ് പ്രസക്തം. സർക്കാരിയ കമ്മീഷൻ 1-2 റെക്കമെൻഡേഷൻ നൽകി ആരായിരിക്കണം ഗവർണർ. സോ അതിൽ ഒന്നാമത്തെ ഘടകം, ഒന്ന് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള വ്യക്തിയെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. സർക്കാരിയ കമ്മീഷൻ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ, ഒന്നൊരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആവുമ്പോൾ പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള യാതൊരുവിധ പൊളിറ്റിക്കൽ പാർട്ടിയിലും ജോയിൻ ചെയ്യാത്ത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ കൈകാര്യം ചെയ്യാത്ത വ്യക്തികളെ ആയിരിക്കണം ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് ഒരാളെ നിയമിക്കുമ്പോൾ അത് ആ സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാവരുത്. ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും മലയാളി ആവരുത്, സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തി ആയിരിക്കണം. ഔട്ട്സൈഡ് പേഴ്സൺ ആയിരിക്കണം. യാതൊരു രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാത്ത ആളായിരിക്കണം. ഈ 2 റെക്കമെൻഡേഷനാണ് സർക്കാരി കമ്മീഷനും പൂഞ്ചി കമ്മീഷൻ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് ഇന്നുവരെ നടപ്പിലായിട്ടില്ല. ക്ലിയർ? സോ ഗവർണർ തീരുമാനമെടുക്കുമ്പോൾ ജുഡീഷ്യൽ ആയിരിക്കണം, ഇമ്പാർഷ്യൽ ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. ദെൻ സർക്കാരി കമ്മീഷന്റെയും പൂഞ്ചി കമ്മീഷന്റെയും റെക്കമെൻഡേഷൻസ് ഇൻ ദിസ് റിഗാർഡ് നടപ്പിലാക്കണം. ദെൻ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു പ്രസിഡന്റിന് തോന്നുന്ന ഇഷ്ടമുള്ള ആളെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ദെൻ പ്രസിഡന്റിന് 5 വർഷം കാലാവധി പറയുന്നുണ്ടെങ്കിലും പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. പ്രസിഡന്റ് എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാക്കാം, അവരുടെ ഗവർണർ റിമൂവ് ചെയ്യാം. സോ ദ പ്രൊസീജിയർ ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ ഷുഡ് ബി ക്ലിയർലി ലേഡ് ഔട്ട്. ഓക്കെ, എങ്ങനെയായിരിക്കണം ഒരു ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയർ വളരെ വ്യക്തമാക്കണം. ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് മസ്റ്റ് ഓൾസോ ബി ലേഡ് ഡൗൺ ആൻഡ് മസ്റ്റ് assure a fixed tenure for the governors so that governor is not under the constant threat to removal by the central government. So ഒരു ഗവർണറിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ടെന്യൂർ കൊടുക്കണം. 5 വർഷം. ഇത് കമ്മീഷനിലെങ്കിലും പറഞ്ഞാണോ നമ്മുടെ തന്നെ റെക്കമെൻഡേഷൻ ആണ്? നമ്മുടെ റെക്കമെൻഡേഷൻ ആണ്. ശരി, നമ്മുടെ അഭിപ്രായം അല്ലേ? നമ്മുടെ അഭിപ്രായം. ഇത് ഈ ഫിക്സഡ് ടെന്യൂർ കൊടുക്കണമെങ്കിൽ സർക്കാർ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ കമ്മീഷൻ പറയാത്തൊന്നുമില്ല. ഓക്കെ, നമ്മൾ കൂടി പ്രധാനമായി സർക്കാർ കമ്മീഷൻ കൊടുത്ത 2 റെക്കമെൻഡേഷൻസ് ഔട്ട്സൈഡ് പേഴ്സൺ ആയിരിക്കണം, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത വ്യക്തി ആയിരിക്കണം എന്നാണ്. ഇത് നമുക്ക് പറയാം. മൂന്നാമത്തെ കാരണം നമുക്ക് പറയാം, ഗവർണർമാർക്ക് എല്ലാവർക്കും ഒരു ഫിക്സഡ് ടെന്യൂർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സെൻട്രൽ ഗവൺമെന്റിന്റെ ത്രെട്ടിലല്ല, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. സോ അപ്പോയിന്റ്മെന്റ് വ്യക്തമാക്കണം. അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ ഞാൻ എനിക്ക് അത് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാര്യം വെച്ചാൽ അതൊരു കമ്മീഷൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോജിക്കലി അങ്ങനെ പറയാൻ കഴിയുമോ? അത് ഒരു എക്സിക്യൂട്ടീവ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്ററി പ്രോസസ്സിനെ അവരുടെ ആ ഒരു അധികാര
എന്താ പറയാ നിയന്ത്രണത്തിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമല്ലോ. നമുക്ക് തന്നെ ലോജിക്കലി പറയാൻ കഴിയുമോ? അതുകൊണ്ടാ ചോദിച്ചത്. കമ്മീഷനിൽ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ അല്ലേ, റെക്കമെൻഡേഷൻ ആരും കൊടുക്കാലോ. ആക്ച്വലി നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പൊ ഗവർണറിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ടെന്യൂറും കൊടുത്തു, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ വ്യക്തമായി അദ്ദേഹം ജുഡീഷ്യലി പ്രവർത്തിക്കില്ലേ? സെൻട്രൽ ഗവൺമെന്റ് എപ്പോഴും തട്ടുമെന്നുള്ള ഭീഷണി ഇല്ലല്ലോ. ലോജിക്കലി കറക്റ്റ് അല്ലത്. റെക്കമെൻഡേഷൻസ് നമുക്ക് എന്ത് റെക്കമെൻഡ് ചെയ്യാം? ഓക്കെ, then it is necessary to invest in the office of governor with the requisite independent functions and to rid of them dying of this instruction from the central government. So central government നിർദ്ദേശങ്ങൾക്ക് വ്യത്യസ്തനായി ഇൻഡിപെൻഡൻസ് ആയി പ്രവർത്തിക്കാനുള്ള സ്പേസ് ഗവർണർക്ക് കൊടുക്കണം. സോ എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജുഡീഷ്യസ്ലി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്തായാലും നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതിൽ സർക്കാർ കമ്മീഷന്റെയും പുഞ്ചി കമ്മീഷന്റെയും റെക്കമെൻഡേഷൻസും വളരെ ഇമ്പോർട്ടന്റ്. സോ ആർക്കെങ്കിലും പുഞ്ചി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്തായിരുന്നു മെയിൻ ആയിട്ടാണെങ്കിൽ ഒന്നുണ്ടോ? ഈ സർക്കാർ കമ്മീഷനും പുഞ്ചി കമ്മീഷനും അപ്പോയിന്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ അത് ചെയ്യാൻ വേണ്ടിയാണ്. സോ പുഞ്ചി കമ്മീഷന്റെയും സർക്കാർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ വളരെ വലുതാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെ, അതുപോലെ തന്നെ ഭരണഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണം, കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് ഓരോന്നോരോന്ന് പറഞ്ഞാൽ തീരൂല. നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ലക്ഷ്മികാന്തിലുണ്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സർക്കാർ കമ്മീഷൻ റെക്കമെൻഡേഷൻസ്, പുഞ്ചി കമ്മീഷൻ റെക്കമെൻഡേഷൻസ്, രാജ്യമന്നർ കമ്മീഷൻ റെക്കമെൻഡേഷൻസ്, അനന്തപൂർ സാഹിബ് ഡിക്ലറേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് റെഫർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആക്ച്വലി ഓർഡിനൻസ് പ്രൊമോൾഗേറ്റ് ചെയ്യുമ്പോഴേ ഗവർണർ അത് ചില സമയത്ത് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അത് ഒരു ലോ അത് ലെജിസ്ലേച്ചറിൽ ഉണ്ടാവണം എന്നുള്ള ബേസിക് കാര്യത്തെ ഹാമ്പർ ചെയ്യാറുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ചില കോടതി കേസുകൾ വരുമ്പോൾ അത് നമ്മുടെ ഗവൺമെന്റിന്റെ ആർബിട്രറി ആക്ഷൻസ് അതിനെ സപ്പോർട്ട് ചെയ്യാനൊരു ലോ ടൈമിൽ ഉണ്ടാവില്ല. അപ്പൊ അത് അഗ്രീഡ് ആയിട്ട് പേഴ്സൺസ് കേസ് വരുമ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരു ഓർഡിനൻസ് പാസ്സാക്കും. ഇപ്പൊ ഈ അടുത്തായിട്ട് ഉണ്ടായ സാലറി ചലഞ്ച് കേസ് അങ്ങനെയായിരുന്നു. ഡിഫർ ചെയ്യാനായിട്ടുള്ള ലോ നമ്മളുടെ കേരള സർവീസ് റൂളിൽ ഒന്നിലുമില്ല. അപ്പോ അങ്ങനെ ഒരു കേസ് വന്നപ്പോ അത് ഓർഡിനൻസ് വഴി അപ്പൊ സത്യം പറഞ്ഞ ഒരു മോക്കറി ആയിട്ട് നടത്താറുണ്ട്. കാര്യം റൂളില്ല, അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആ ഓർഡിനൻസ് മേക്കിംഗ് പവറിലും ഒരു ഇഷ്യൂ ഇല്ലേ? അതായത് ഇങ്ങനെ ആ ഒരു ട്രൂ സ്പിരിറ്റും അത് ഹാമ്പർ ചെയ്യുന്നുണ്ടല്ലോ കുറെ. ഓക്കെ ഓക്കെ. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്. ഓർഡിനൻസിന്റെ പവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അപ്പൊ ഡിസ്കസ് ചെയ്താൽ പോരെ? ഇപ്പൊ പറയണോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. What do you understand by grassroots governance? To what extent is it reflected in Indian governance system? What do you understand by grassroots governance? To what extent is it reflected in Indian governance system? ഇന്ത്യൻ ഡെമോക്രസീനെ തന്നെ ഗ്രാസ് റൂട്ട് ഡെമോക്രസി എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റ്സിന് കൂടുതൽ അധികാരം നൽകുന്ന ഈ 73rd 74th അമെന്റ്മെന്റ്സ് വഴി കൂടുതൽ അധികാരം നൽകി. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ ലെവൽസിലെ ഗവൺമെന്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗ്രാസ് റൂട്ട് ഗവേണൻസ് ഉണ്ട്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലുണ്ട്, താഴെക്കിടയിലേക്കും ഭരണം വന്നിട്ടുണ്ട്. സോ ഇന്ത്യൻ ഗവേണൻസിൽ ഇത് വളരെ റിഫ്ലക്റ്റ് ആയി കാണപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല പോളിസികളിലും ഉള്ള ഒരു പാർട്ടിസിപ്പേഷൻ, ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റുകൾക്കാണ് കാര്യമായ ഡെവലപ്മെന്റ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മഹാരാജ്യത്തെ വിലയിരുത്തരുത്, അതൊരു ഓർമ്മ. കേരളത്തിൽ വളരെ എഫിഷ്യന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. കേരള മോഡൽ വളരെ മാതൃകാപരമാണ്. പക്ഷേ ഈ സിറ്റുവേഷനില്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഗ്രാസ് റൂട്ട് ഗവേണൻസ്? Grassroots governance is empowerment of the people at the lowest level.
grassroots governance means involvement of local people in governance. That's very important. Involvement of local people in governance. Involvement of local people, community, PRIs, SHGs, etc. is important for sustainable development. So, grassroots governance is an essential part of sustainable development. So, this is grassroots governance. Participation of people in governance. This is grassroots governance. So, even though there are powers and responsibilities conferred on citizens under the provisions such as 73rd and 74th Amendments to the Constitution, grassroots governance in Indian context is limited in scope and is of unrealized potential. So, 73rd Amendment Act prakaram Panjayathum, 74th Amendment Act prakaram municipalityയും നഗരപാലികയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഗ്രാസ്റൂട്ട് ഗവേണൻസ് ഇത് വളരെ ലിമിറ്റഡ് ആണ്. അത് വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, സോ സിറ്റിസൻസ് ആർ ദ കോർ ഓഫ് ദ ഗുഡ് ഗവേണൻസ് ആൻഡ് ആർ ഇൻഎക്സ്പ്ലിക്കബിളി ലിങ്ക്ഡ് ടു ഇറ്റ്. സോ പറഞ്ഞു വന്നത് വാട്ട് ഈസ് ഗ്രാസ്റൂട്ട് ഗവേണൻസ്. പക്ഷേ ഇന്ത്യയിൽ ഇത് വേണ്ടതുപോലെ 73rd and 74th Amendment Act ഉണ്ടാക്കി കൊണ്ടുവന്നെങ്കിൽ പോലും അത് വേണ്ടതുപോലെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. Decentralization and community participation are necessary for both good governance and inclusive growth. Also, as suggested by second ARG report, good governance requires citizen-centric governance. Okay. So, ARG report prakaram good governance എന്ന് പറഞ്ഞാൽ citizen-centric governance എന്നാണ് അർത്ഥം. പൗരന്മാരിൽ കേന്ദ്രീകരിച്ച ഭരണമാണ് good governance. Thus, there was a need to strengthen institution of local self-government. അതുകൊണ്ട് തന്നെ local self-government strengthen ചെയ്യണം. Local self-government ഉണ്ടെങ്കിലേ citizen-centric governance ഉണ്ടാവുള്ളൂ. Citizen-centric governance ഉണ്ടെങ്കിൽ മാത്രമേ good governance ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Okay. The following reforms were introduced in 1992 to create a system of grassroots governance in the form of Panjayathi Raj institutions at the rural areas and municipalities for urban areas as third tiers of government. Okay. So presently India is three-tier government ആണുള്ളത്. Central government, state government and local government. So 92-ലെ 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമുക്ക് ഒരു ഗ്രാസ്റൂട്ട് ഗവേണൻസ് അല്ലെങ്കിൽ ത്രീ ടയർ ഗവൺമെന്റ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തി രാജ് 73rd Amendment introduced a uniform pattern of three-tier Panjayati Raj system throughout the country, which made the formulation of policies easier. So, Jilla Panchayat, Block Panchayat and Village Panchayat, തുടങ്ങിയ three-tier Panjayati Raj system ആണ് 73rd Constitutional Amendment Act മുന്നോട്ട് വെച്ചിട്ടുള്ളത്. Their prime responsibilities are to prepare plans for socio-economic development of the rural areas and to implement government schemes at local level. So, പഞ്ചായത്ത് രാജിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. ദെൻ ഗവൺമെന്റ് സ്കീംസുകൾ കാര്യങ്ങളെല്ലാം റൂറൽ ഏരിയാസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പഞ്ചായത്ത് രാജിന്റെ ലക്ഷ്യം. However, even after 17 years of the existence of republic, the Gandhian vision of village republic as self-sufficient village remains a utopia. Following reasons can be attributed for this. Okay. So, India സ്വതന്ത്രമായി 70 വർഷമായിട്ട് പോലും വില്ലേജ് റിപ്പബ്ലിക് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തുകളെ അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള വില്ലേജുകൾ എടുക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഉട്ടോപ്യൻ ആശയമായിട്ട് ഇപ്പോൾ നിലനിൽക്കാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും വില്ലേജ് സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള വില്ലേജുകളെ അല്ലെങ്കിൽ ലോക്കൽ ഗവേണൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല? അതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നോൺ കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്യൂറോക്രസി ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. പല സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും പഞ്ചായത്തി രാജ് സിസ്റ്റം ഉണ്ടാക്കാൻ താല്പര്യമില്ലായിരുന്നു. ദെൻ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓഫ് ഫങ്ഷൻസ് ഓഫ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ ഫങ്ഷൻസും അതിന്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. Then lack of adequate finances as pointed out by Economic Survey 2018. പഞ്ചായത്തുകൾക്കും മറ്റു കാര്യങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസുകളോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ. സോ ഈവൻ 73rd Constitutional Amendment Act
നടപ്പിലാക്കിയെങ്കിൽ പോലും പഞ്ചായത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി പ്രൊവിഷൻസ് അല്ല, വോളണ്ടറി പ്രൊവിഷൻസ് ആണ്. ഓക്കെ, സോ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലെ മാൻഡേറ്ററി പ്രൊവിഷൻസ് ഏതൊക്കെ, അതേപോലെ വോളണ്ടറി പ്രൊവിഷൻസ് ഏതൊക്കെ നോക്കണം. സോ 2018 എക്കണോമിക് സർവേ പ്രകാരം പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ടുകളൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വേണ്ടതുപോലെ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ ദീസ് ആർ ദ റീസൺസ്. ക്ലിയർ? സോ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ മെയിൻസ് എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 2020 എക്കണോമിക് സർവേ ഒന്ന് വായിച്ചിട്ട് പോകണം. നമ്മുടെ കറന്റ് എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ട്രെൻഡുകളും കാര്യങ്ങളും, നമ്മുടെ എക്കണോമിക് സ്ലോ ഡൗണിലെ കാരണങ്ങൾ, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ അവസ്ഥകൾ തുടങ്ങി നമ്മുടെ എക്കണോമി മാത്രമല്ല, ഏറെക്കുറെ നമ്മുടെ കഴിഞ്ഞൊരു വർഷത്തിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റുള്ള ഡാറ്റകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ എക്കണോമിക് സർവേയിൽ പോയിന്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ഉദ്ധരിച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. സോ സമയം ഉണ്ടെങ്കിൽ എല്ലാവരും 2020 എക്കണോമിക് സർവേ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, റാവു സൈസിന്റെ വീഡിയോസ് ഉണ്ട്, കഴിയുമെങ്കിൽ ഒന്ന് കാണണം. ഈ വർഷത്തെ UPSCയുടെ പ്രിലിംസിൽ ബഹുഭൂരിപക്ഷം എക്കണോമിക്സ് ക്വസ്റ്റ്യൻസും എക്കണോമിക് സർവേ അടിസ്ഥാനമാക്കിയിട്ടാണ്. സോ എക്കണോമിക് സർവേ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിലുള്ള ഡാറ്റാസ് ഒക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദെൻ തിരിച്ചു പോകാം. ദെൻ അർബൻ ഗവേണൻസ്. The 74th Amendment Act gave constitutional status to municipalities. However, urban governance system remains neglected and there is not much change in quality of life in urban areas. So 74th Amendment Act പ്രകാരം നഗരപാലിക വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണങ്ങൾ പറയുന്നത് നോൺ യൂണിഫോമിറ്റി ഇൻ മുനിസിപ്പാലിറ്റീസ്, മെനി പാരലൽ ഏജൻസീസ് എക്സിസ്റ്റ് വിത്ത് ഓവർലാപ്പിംഗ് jurisdiction. Then office of mayor remains ceremonial. Real power lies with the chief executive officer representing the state bureaucracy. So കോർപ്പറേഷന്റെ ഒക്കെ മേയറിന് സെറമോണിയൽ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ അധികാരമുള്ളത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനാണുള്ളത്. അദ്ദേഹമാണ് സ്റ്റേറ്റ് ബ്യൂറോക്രസിയാണ്. സോ ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് പഞ്ചായത്തുകളായാലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആയാലും വേണ്ടതുപോലെ നടപ്പിലാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്ലിയർ? സോ എങ്ങനെ ഈ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ നമുക്ക് വേണ്ടതുപോലെ ഇംപ്രൂവ് ചെയ്യാം, അതിന്റെ സജഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. There is an urgent need for devolution of 3 F's, that is fund, functions and functionaries to these institutions. So പഞ്ചായത്തുകൾക്കായാലും മുനിസിപ്പാലിറ്റികൾക്കായാലും വേണ്ട ഫണ്ടുകളും അവരുടെ ഫംഗ്ഷൻസുകളും ഫംഗ്ഷനറീസ് എല്ലാം ഉടനടി പ്രൊവൈഡ് ചെയ്യണം. Then Kerala Panjayat Raj Act should be made a model act for other states. Kerala government brought model code of conduct for civil servants towards panchayat institutions. സോ കേരളത്തിൽ വേണ്ടതുപോലെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയ രൂപത്തിൽ പഞ്ചായത്ത് രാജ് ആൻഡ് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. സോ ദിസ് കേരള മോഡൽ ക്യാൻ ബി അഡോപ്റ്റഡ് ത്രൂ ഔട്ട് ദ കൺട്രി. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കണം. റെപ്രസെന്റേറ്റീവ്സ് ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. ദെൻ ഗവൺമെന്റ് പ്രോഗ്രാംസ് ലൈക്ക് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ, ഗ്രാമോദയ ഹമാര സങ്കൽപ്, ഗ്രാം ഉദയ് സെ ഭാരത് ഉദയ് തുടങ്ങി ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്കീംസുകൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. സോ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സ്കീംസുകൾ ഉദ്ധരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. സോ കർഷകരെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കർഷകന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസുകളൊക്കെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. ക്ലിയർ? സോ പഠിച്ച ഓരോ ഗവൺമെന്റ് സ്കീംസും വേണ്ടതുപോലെ പേപ്പറിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. സ്കീംസുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പോവർട്ടി എന്നൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സോ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അന്ത്യോദയ അന്ന യോജന എന്നീ സ്കീംസുകൾ വേണ്ട പോലെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം എന്ന് എഴുതിയാൽ മതി. സോ ഗവൺമെന്റ് സ്കീംസുകൾ സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള സ്കീംസുകളെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ക്ലിയർ? സോ എന്നതുപോലെ തന്നെ പഞ്ചായത്ത്, സോ ഫോർ എക്സാമ്പിൾ രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തുകളെ സഹായിക്കുന്ന സ്കീമാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. സോ ഇത്തരത്തിലുള്ള സ്കീംസുകളൊക്കെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് എഫിഷ്യന്റ് ആവും. ദെൻ സ്റ്റേറ്റ് ഷുഡ് ടേക്ക് ആക്റ്റീവ് സ്റ്റെപ്സ് ടു ഇംപ്ലിമെന്റ് ദ ലോക്കൽ ഗവേണൻസ് ഇൻ സ്പിരിറ്റ് ബൈ ഇംപ്ലിമെന്റിംഗ് ഓൾ മാൻഡേറ്ററി ആൻഡ് വോളണ്ടറി പ്രൊവിഷൻസ് ഓഫ് 73 and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. സോ 73ലെയും 74ലെയും
ഓൾ മാൻഡേറ്ററി ആൻഡ് വോളണ്ടറി പ്രൊവിഷൻസ് എല്ലാം നടപ്പിലാക്കാൻ സ്റ്റേറ്റുകൾ ശ്രമിക്കണം. സോ ഇങ്ങനെ ശ്രമിക്കുന്നതിലൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള പഞ്ചായത്ത് രാജ് ആൻഡ് മുനിസിപ്പാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. അതുവഴി ലോക്കൽ ഗവേണൻസ് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഗ്രാസ്റൂട്ട് ഗവേണൻസ്? ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ ഗവേണൻസ് സിസ്റ്റം? സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മുടെ പാർട്ട് 10 പറയുന്ന ഷെഡ്യൂൾഡ് ആൻഡ് ഏരിയ, അതായത് ട്രൈബൽ ഏരിയ, അത് നമ്മളെ ഷെഡ്യൂൾ 5-ലും 6-ലൊക്കെ വരുന്നുണ്ടല്ലോ. അതിനകത്ത് നമുക്ക് ട്രൈബൽ മോറോവർ ഒരു ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് വരെ പറയുന്നുണ്ട്, അതുപോലെ റീജിയണൽ കൗൺസിൽ പറയുന്നുണ്ട്, ട്രൈബൽ കൗൺസിലുകളൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ഒരു ഗ്രാസ് റൂട്ട് ലെവല് ഗവേണൻസിന് ഒരു ഉദാഹരണമായിട്ട് പറയാൻ കഴിയുമോ? അത് ഗ്രാസ് റൂട്ട് ഗവേണൻസ് എന്ന് പറയുന്നില്ല, അതിന് കുറെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായ സമയത്ത് ഈ നാഷണൽ ഇന്റഗ്രേഷൻ, വ്യത്യസ്തമായ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക. സോ അതിനേക്കാൾ അധികം ഒരു ടഫസ്റ്റ് ടാസ്ക് ആയിരുന്നു ട്രൈബൽ ഏരിയാസിലുള്ള ജനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളത്. സോ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ട്രൈബൽസിന്റെ അവസ്ഥ വെച്ച് വളരെയേറെ പരിതാപകരമായിരുന്നു. കാരണം അവർക്ക് പ്രധാനമായിട്ടും കൂടുതൽ എസ്പെഷ്യലി ബ്രിട്ടീഷ് മിഷനറീസ് ആയിട്ട് അവർക്ക് കൂടുതൽ കോണ്ടാക്ടുകളും കാര്യങ്ങളുള്ളത്. ഇന്ത്യയിലെ മറ്റുള്ള വിഭാഗങ്ങളെക്കാളും അവർക്ക് കൂടുതൽ ബ്രിട്ടീഷ് മിഷനറീസുമായിട്ടായിരുന്നു കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രൈബൽ ഏരിയാസിലുള്ള ജനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക എന്നത് വളരെ ടഫസ്റ്റ് ടാസ്ക് ആയിരുന്നു. ഓക്കെ, സോ അത്തരത്തിലുള്ള ആ ട്രൈബൽസിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൂടുതൽ സ്വയംഭരണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഷെഡ്യൂൾഡ് 5-ൽ പറയുന്ന ട്രൈബൽ ഏരിയാസിലുള്ള ജനങ്ങൾക്ക് പഞ്ചായത്തിന് ഗ്രാസ് റൂട്ട് ഗവേണൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പെസ എന്ന് പറയുന്ന പ്രത്യേക ആക്ട് തന്നെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, പെസ ആക്ട് 1996 ഷെഡ്യൂൾഡ് 5-ൽ പറയുന്ന ട്രൈബൽ ഏരിയാസ് അല്ല, ഷെഡ്യൂൾഡ് ഏരിയാസിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റ് കൊണ്ടുവന്ന ആക്ടാണ് പെസ ആക്ട്. ഓക്കെ, മറ്റേത് അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ, അവരെ ഒന്ന് റീകൺസിൽ ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്ത കുറച്ച് ആനുകൂല്യങ്ങളാണ് ഷെഡ്യൂൾഡ് 5-ലും 6-ലും പറയുന്ന ഓട്ടോണമി കാര്യങ്ങളൊക്കെ. അത് ലോക്കൽ ഗവേണൻസുമായി ബന്ധമല്ല. ക്ലിയർ? സോ പെസ ആക്ടും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യട്ടോ, 1996. Extension of Panjayati Raj system in scheduled areas full format. So, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Judiciary's credibility and trustworthiness trusts not only justice being delivered, but should be seen to be done. Come on. ജുഡീഷ്യറിയുടെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റ് വർത്തിനെസ്സും വിശ്വാസ്യതയും നീതി നടപ്പാക്കിയതിലൂടെ മാത്രമല്ല, അത് കാണിച്ചു കൊടുക്കുകയും വേണം. ജുഡീഷ്യൽ ആക്ടിവിസിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമാണ്. ജുഡീഷ്യൽ ആക്ടിവിസ് അല്ല. ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സോ ഈ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം വിരമിച്ച ശേഷം ഒരു MP ആയി തീർന്നു. ഓക്കെ, നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് പബ്ലിക് ഇതിനെ വിലയിരുത്താൻ? ഈ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അത്രക്കും എന്താ പറയാ, ട്രസ്റ്റ്, വിശ്വാസത്തിന്റെ ഒരു കളങ്കം പോലില്ലാതെ, ഒരു കണിക പോലില്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയാണ്. സോ അവരുടെ വിധികളിലൂടെ നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ. അവരുടെ വിശ്വാസ്യത ഉണ്ടെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കൂടി അവർ കാണിച്ചു കൊടുക്കണം. ഓക്കെ, സോ കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിന്റെ ആ ഒരു പ്രവർത്തനം, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നു, ഒരു പാർലമെന്റിലെ MP ആയി തീർന്നു. സോ MP ആയി തീർന്ന സമയത്ത് പാർലമെന്റിലെ മറ്റു അംഗങ്ങളെല്ലാം വളരെ കൂക്കി വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ കാണുമ്പോൾ കോടതിയുടെ ഒരു വിശ്വാസ്യത തടയുന്നില്ലേ? ഈ കോടതിയുടെ വിശ്വാസ്യത നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ലേ? സോ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ചോദ്യം. കോടതിയുടെ വിശ്വാസ്യതയും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റിയും അതിന്റെ വിധികളിലൂടെയുള്ള ജസ്റ്റിസ്
മാത്രമല്ല അത് പൗരന്മാർക്ക് കാണിച്ചു കൊടുക്കണം. കമന്റ്, ഹൗ ഡു യു തിങ്ക്? നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല അദ്ദേഹം MP ആയതിലൊരു പ്രശ്നമില്ല? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇത് CBIയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജോ ആയിരുന്ന ആരെങ്കിലും മറ്റൊന്നിൽ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഓഫീസ് ഓഫ് പ്രോസിക്യൂട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഇതിൽ പറയുന്നില്ലേ? നമ്മൾ ലീഗലി പറയുന്നുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് വെറുതെ തോന്നി. ദീപക് ആരായിരുന്നു അത്? അല്ല, പേരെന്തായിരുന്നു? ജസ്റ്റിസുമാരുടെ പേര് ഉദ്ധരിക്കാൻ പാടില്ല. അവിടെ ഒരാളെ വിമർശിക്കുമ്പോൾ പേര് പറയാതെ വിമർശിച്ചാല് ഒരു കുഴപ്പമില്ല. പേര് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ മെനി ബിലീഫ്. അത് ഇതൊരു കേട്ടിട്ടില്ല. അല്ല, ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ ജസ്റ്റിസ് കർണന്റെ സംഭവത്തിന്റെ എൻജാക്ക് എന്ന് പറയുന്ന സാധനം മുന്നോട്ട് വെച്ചപ്പോഴത്തേക്ക് അവരിലുണ്ടായ കോൺഫ്ലിക്റ്റ്, ചില ജഡ്ജിമാർ അത് വേണമെന്ന് പറഞ്ഞു, ചിലത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു പരമാധികാരം അവരപ്പോഴും അവര് ഹോൾഡ് ചെയ്ത് നിർത്താൻ ശ്രമിച്ചു. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളുകളൊക്കെ ഓക്കെ ഉണ്ട്. സോ നമുക്കിതിന്റെ ആൻസറിലോട്ട് പോവാം. Recently, ex-Chief Justice of India was nominated to Rajya Sabha, which raised the issue of independence and credibility of judiciary. That is, judges accepting post-retirement posts and chances of furthering a particular political ideology in his official capacity. So, പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള MP-മാരും അതുപോലെ തന്നെ മറ്റു ഗവർണർമാരും ഒക്കെ മുമ്പ് കേരള ഗവർണർ ആയിരുന്ന ഒരു വ്യക്തി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, സോ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും കൊടുക്കുന്നത് അവര് ഒഫീഷ്യൽ കപ്പാസിറ്റിയിലിരിക്കെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് വേണ്ടി വിധിയെ തിരുത്തുന്നു. അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് എനിക്ക് ഭാവിയിൽ ഇന്ന വാഗ്ദാനങ്ങൾ കിട്ടും, സോ അതിനുവേണ്ടി ഇന്ന് വിധിന്യായങ്ങൾ തിരുത്താൻ ആ ജഡ്ജിമാർ തയ്യാറാവുന്നില്ലേ? സോ അവിടെ കോടതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നില്ലേ? ഉണ്ടാവുന്നുണ്ടോ? കുറച്ച് ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിച്ചാൽ വേറെ രീതിയിലും പറയാം. നമുക്ക് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഡ്യൂട്ടി ആണെന്നും അപ്പോൾ ഇൻഡിപെൻഡന്റ് ആണെന്നും, എന്നാൽ അയാളുടെ വ്യക്തിപരമായ മറ്റ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെന്ന രീതിയിൽ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ കൂടെ സോ അങ്ങനെ എഴുതാം. പക്ഷേ നമ്മൾ പറഞ്ഞാല് ഈ ജുഡീഷ്യറി എന്ന് പറഞ്ഞാല് വിശ്വാസ്യതയ്ക്ക് ഒരു കണിക തെറ്റിയാല് നീതിയിലുള്ള വിശ്വാസം ഇല്ലാണ്ടാകും. സോ അതല്ലേ വളരെ ഇമ്പോർട്ടന്റ്. ഡ്യൂട്ടി വേറെ, ഓക്കെ, ഞാൻ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ വേറെ തന്നെ പിന്നെ വേറെ ചിന്തിക്കുന്നു. പബ്ലിക് ഇതിനെങ്ങനെ വിലയിരുത്തുന്നു, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ആ ഒരു ചീഫ് ജസ്റ്റിസിന്റെ കാലഘട്ടത്തിൽ പല വിധികളും പിന്നീട് തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഏറെക്കുറെ എല്ലാ വിധികളും രാജ്യത്ത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് എന്ന് വിലയിരുത്തുന്നു, പബ്ലിക് വിലയിരുത്തുന്നു. ഇതൊരു പ്രോബ്ലം അല്ലേ? അത് അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് സുപ്രീം കോടതിനല്ലേ ജനങ്ങൾ കാണുന്നത്. അവര് പൊളിറ്റിക്കൽ പാർട്ടികൾ ചേരുമ്പോ അവര് മുന്നെടുത്ത ജഡ്ജ്മെന്റ്സ് എല്ലാം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നൊരു കൺക്ലൂഷൻ ജനങ്ങളുടെ വരില്ലേ? യെസ്, ജനങ്ങൾ ചിന്തിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ജുഡീഷ്യറിയുടെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റ്വർത്തിനെസ്സും അവരുടെ വിധികളിലൂടെയുള്ള നീതി ഉറപ്പുവരുത്തൽ മാത്രമല്ല, അവർ കാണിച്ചു കൊടുക്കുന്നത് റിട്ടയർമെന്റിന് ശേഷം അവർ കാണിച്ചു കൊടുക്കണം എന്നാണ് സൂചിച്ചിട്ടുള്ളത്. നമുക്കിനി അണ്ടർ ചെയ്ത് തുടങ്ങാം. Judiciary's independence and credibility have been ensured by Indian Constitution in the form of rigorous removal process of sitting judge, fixed terms of conditions and pay of office, no adverse criticism allowed during official duties without due evidence. So, judiciary independence ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം അവരുടെ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വളരെ ഹാർഡാണ്. ദെൻ അവർക്ക് ഫിക്സഡ് ടേംസ് ഉണ്ട്. ഓക്കെ, then
അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള സാലറിയും കാര്യമുണ്ട്, അത് പാർലമെന്റിന് മാറ്റം വരുത്താൻ പറ്റൂല. ദെൻ ഡ്യൂട്ടിയിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ഇരിക്കുക അവരെ വിമർശിക്കാൻ പാടില്ല, കോടതി ഇലക്ഷൻ ഉണ്ടാകും. സോ അങ്ങനെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുണ്ട്. Apart from this, conventions have been developed whereby judges would not accept any political position post retirement. Okay, so വിരമിച്ചതിന് ശേഷം പൊളിറ്റിക്കൽ പോസ്റ്റുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺവെൻഷൻ ഉണ്ട്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞതുപോലെ അത് കൺവെൻഷൻ മാത്രമാണ്, എന്തല്ല ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. There is no provisions with regard to this in Indian Constitution. സോ ഈ ഒരു കൺവെൻഷനെയാണ് അവർ തെറ്റിക്കുന്നത്. So judiciary's independence is not only judged from the acts of its members during their official capacity, which are to be bound under specific laws and regulations, but also from actions in non-official capacity. So ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യത ജഡ്ജിമാരുടെ വിധിന്യായങ്ങളിൽ മാത്രമല്ല അവരുടെ നോൺ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലുള്ള പ്രവർത്തനങ്ങളും. ഓക്കെ, സോ മുമ്പൊരു ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ഒരു ജസ്റ്റിസ് പ്രധാനമന്ത്രിയെ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുകയുണ്ടായി. സോ അതിനെ പബ്ലിക് നെഗറ്റീവായിട്ട് വിലയിരുത്തി. ജുഡീഷ്യറി വേറെ അവരവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം, മറ്റൊരു പ്രശംസിക്കാനും അനുമോദിക്കാനും വിമർശിക്കാനും അവർ നിൽക്കേണ്ട കാര്യം അവരുടെ പണിയല്ല. ഓക്കെ, സോ അങ്ങനെ ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങളെല്ലാം പബ്ലിക് വളരെ സാഹുതം വീക്ഷിക്കുന്നുണ്ട്. സോ ഇപ്പൊ പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സോ പബ്ലിക് വിലയിരുത്തുന്നത് എന്തായിരിക്കും? സോ അദ്ദേഹം കേന്ദ്രത്തിലുള്ള ഗവൺമെന്റ് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വിധിന്യായങ്ങൾ തിരുത്തുക. സോ ഒരു സുപ്രീം കോടതിയിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവും. സോ but also from actions in non-official capacity. For example, a judge accepting post of governor post retirement in 2014, which is generally a political appointment. So 2014 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കപ്പെട്ട ഒരു ചീഫ് ജസ്റ്റിസിനെ കേരളത്തിലെ ഗവർണറാക്കി മാറ്റി. സോ ഇതിലൂടെ നൽകുന്ന മെസ്സേജ് എന്താണ്? പബ്ലിക്കിന് ഉണ്ടാവുന്ന ഒരു വിവാദം, അവരുടെ സുപ്രീം കോടതിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഭരിക്കുന്നവർക്ക് വേണ്ടി അനുകൂലമായ വിധി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സോ പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെമുനറേറ്റീവ് ആയിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളും ഉണ്ടാകും. സോ ഇത് കോടതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നു. സോ ദിസ് ക്യാൻ എറോഡ് ദ കോൺഫിഡൻസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ where personnel are seen to be bound for limited time and capacity, thus increasing chance of partnership in dispensing justice. So ഇത് ജസ്റ്റിസിനെ ബാധിക്കും, കോടതിയിലെ വിശ്വാസ്യതയെ തകർക്കും. സോ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സോ hence to further enhance the independence there is need to regulating the acts of judicial members in non-official capacity also. സോ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം റെഗുലേഷൻസ് ഉണ്ടായാൽ പോരാ, ജഡ്ജിമാരുടെ നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. ഫോർ എക്സാമ്പിൾ മാൻഡേറ്ററി കൂളിംഗ് ഓഫ് പീരീഡ് പോസ്റ്റ് റിട്ടയർമെന്റ്. സോ വിരമിച്ചതിന് ശേഷം യാതൊരു വിധത്തിലുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു മാൻഡേറ്ററി പ്രൊവിഷൻസ് കൂടി വെക്കണം. എങ്കിൽ മാത്രമേ കോടതിയിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. സോ ക്ലിയർ അല്ലേ? ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ ഡൗട്ട്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇപ്പൊ അത് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ലേ? അത് എങ്ങനെയാണ് കാണുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? ഓഫീസ് ഓഫ് പ്രോഫിറ്റിന് സർക്കാരി കമ്മീഷൻസ് ഒരു ഭരണഘടനയുടെ വ്യക്തമായിട്ട് പറയുന്നില്ല. സർക്കാരി കമ്മീഷൻസ് പറയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട്, ഗവൺമെന്റിന്റെ സാലറി, ദെൻ ഗവൺമെന്റ് കമ്പനീസിൽ ഷെയറുകൾ, ഇതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. A2, B3, C എന്നിട്ട് 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ സ്കോപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഭരണഘടനയിൽ എവിടെയും വ്യക്തമായി പറയുന്നില്ല. സോ അത് കോടതികളുടെ ഡിസ്ക്രിപ്ഷനാണ് വെദർ ദിസ് ഇസ് ബിലോങ് ടു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഈ ഒരു മോഡൽ കോഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെ കറന്റിലുള്ള ഇഷ്യൂസ് ആണ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ സോ സുപ്രീം കോടതിയിൽ മാത്രമേ പൗരന്മാർക്ക് പ്രതീക്ഷയുള്ളൂ, അപ്പൊ അതും കൂടി ഇല്ലാണ്ടാവും എന്നൊക്കെയുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അപ്പാർട്ട് ഫ്രം ദ ജുഡീഷ്യറി
that have mandate to protect the rights of citizens, especially the disadvantaged ones discussed. ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്, ജുഡീഷ്യറിക്ക് പുറമേയുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആരൊക്കെയാണ്, അതിന് പ്രത്യേക മാൻഡേറ്റ് ഉണ്ട്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജുഡീഷ്യറിക്ക് പുറമേയുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആരൊക്കെയാണ് ഡിസ്കസ്. So what is constitutional bodies basically? Constitutionally constitution ആർട്ടിക്കിൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ. ഭരണഘടനയിൽ സ്പെസിഫൈ ചെയ്യാൻ ഭരണഘടനയിൽ പേര് പരാമർശിക്കുന്ന ബോഡീസിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. സോ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാൻഡേറ്റ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസുകൾ ഏതൊക്കെയാണ്? നാഷണൽ കമ്മീഷൻ ഉണ്ട്, SC/ST കമ്മീഷൻ ഉണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല, മൈനോറിറ്റീസ്, OBC. ഓക്കെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം മതി. ലിംഗ്വിസ്റ്റിക് ഓഫീസർ ഉണ്ട്. ഓക്കെ. സോ നോക്കാം. So human rights are basic fundamental rights which are integral part of the development of human being in the absence of which person cannot live with dignity. Constitution of India protects the fundamental rights or human rights of the people. Provision for the same have been made not only in the articles of the Constitution but also through the judiciary and different constitutional bodies. India is the biggest democracy in the world. Being a democratic country, one of the main objectives is to protection of the basic rights of the people. In this context, judiciary plays an important role by protecting the rights of citizens. As judiciary protects the rights of citizens in general scenario, various different constitutional bodies protect the rights of citizens in relation to specific issues and sections. In Indian context, scheduled caste (SC), scheduled tribe and backward classes and linguistic minorities form the disadvantaged ones. Hence, the different constitutional bodies are set up to safeguard the rights of these disadvantaged sections. Their names and mandates are mentioned below. National Commission for SC. National Commission for Scheduled Caste is a constitutional body in the sense that it is directly established by Article 338 of the Constitution. It investigates and monitors all matters relating to the constitutional and other legal safeguards for the SCs and to evaluate their working. It records into specific complaints with respect to deprivation of rights and safeguards of the SCs. Commission presents annual report to the President. The National Commission for ST. National Commission for ST is a constitutional body in the sense that it is directly established by the Article 338A of the Constitution. It investigates. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നാഷണൽ ST പറഞ്ഞ പോലെ തന്നെ ST ഡിഫറൻറ്റ് ഒന്നുമില്ല. ഇവർ STക്കാർക്ക് വേണ്ടിയാണെങ്കിൽ ഇവർ STക്കാർക്ക് വേണ്ടി അത്രയുള്ള വ്യത്യാസം. Then National Commission for Backward Classes. Earlier the commission used to be a statutory body, but 102nd Amendment Act of 2018 conferred a constitutional status to commission. The amendment inserted a new article 338B in the Constitution. Hence the commission ceased to be a statutory body and became a constitutional body. It investigates and monitors all matters relating to the constitutional and other legal safeguards for the socially and educationally backward classes and it evaluates their working. The Commission presents an annual report to the President. So, National Commission for SC, National Commission for ST, and National Commission for backward classes. Then, Special Officer for Linguistic Minorities. In pursuance of the provisions of Article 315B of the Constitution, the Office of Special Officer for Linguistic Minority was created in 1957. The Commissioner takes up all matters pertaining to the grievances arising out of non-implementation of constitutional and nationally agreed schemes for the safeguards of linguistic minorities. So, linguistic minority ക്ക് വേണ്ടിയുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ബോഡീസ് ആണ്. സോ ഈ ബോഡീസ് എല്ലാം നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി തുടങ്ങിയവരെല്ലാം ഈ വിഭാഗങ്ങളുടെ എല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആണ്. സോ ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ that rights acts like check on the arbitrary power, and if they are safeguards throughout the institution like these, they will definitely help people to live a life of dignity.
but the functions of the commissions can be improved by giving them the powers of criminal investigation, power to penalize, fixed time period for discussion of commission's reports, so motor powers തുടങ്ങിയ അധികാരങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതിലൂടെ ഇത് കൂടുതലായിട്ട് ഉറപ്പുവരുത്താൻ കഴിയും. That's all. So നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. So ഇനി സജഷൻ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയറല്ലേ? സോ ഇതൊക്കെ അടിച്ചുവിടാവുന്ന ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് അടിച്ചുവിട്ടത്. നിങ്ങൾക്ക് ഈ 4 ബോഡീസ് മാത്രം അറിയണമെന്ന് ഉദ്ദേശമുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ അതാണ് പെട്ടെന്ന് പോയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ ഇതിനോട് ബന്ധപ്പെട്ടൊരു സംശയമാണ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി ഇതിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ സിലബസിനകത്ത്. അപ്പൊ അതിന് നമ്മുടെ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാതെ വരുന്ന അതോറിറ്റികള്, കമ്മീഷനുകള്, അങ്ങനെ അതൊക്കെ വരുന്നത് നമ്മുടെ ഈ റൂൾ ഓഫ് ലോ റെഗുലേറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള കമ്മീഷനുകളും അതോറിറ്റികളും ഒക്കെ വരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ പാർട്ടിലാണോ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് അതും വരാം. അത് മാത്രമല്ല, ഇത് വളരെ വിശാലമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു, എങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു, എങ്ങനെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ കീപ്പ് ചെയ്യുന്നു, സോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ലോസ് ആണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ഈ മറ്റ് കമ്മീഷനുകൾ ഉണ്ടല്ലോ, ഇപ്പൊ വിമൺ റൈറ്റ് കമ്മീഷൻ, അത് ചിൽഡ്രൻസ്, അതുപോലെ ചൈൽഡ്, ഇങ്ങനെ ഒരുപാട് വേറെയും കുറെ ബോഡികൾ ഉണ്ടല്ലോ. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ല. അപ്പൊ പിന്നെ വരുന്നത് ആസ് പാർട്ട് ഓഫ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നതിന്റെ പാർട്ടായിട്ട് വരുന്നതാണോ എന്നാണ് ചോദിച്ചത്. അല്ല, അതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. ഇറ്റ് മീൻസ് പാർലമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമങ്ങൾ വഴി വരുന്ന ബോഡീസ് ആണ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട് 1992 പ്രകാരമാണ് അത് വന്നിട്ടുള്ളത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത്. സോ ഇൻഫർമേഷൻ കമ്മീഷൻ, സോ RTE ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വന്ന ബോഡിയാണ്. സോ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, പാർലമെന്റ് ആക്ട് വഴി വന്ന ബോഡീസ് ആണ്. ക്ലിയർ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. The provisions of judicial review makes the constitution legalistic. Comment. Judicial review. What do you? 13 judicial review എന്നുള്ളൊരു കൺസെപ്റ്റ് ജുഡീഷ്യറി എടുത്തിട്ടുള്ളത്. അതായത് ഗവൺമെന്റ് ലെജിസ്ലേച്ചറിന്റെ ആക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യണമെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വോയിഡ് ആയിട്ട് ജുഡീഷ്യറിക്ക് അത് ഡിക്ലെയർ ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻജാക്ക് 2014 റോൾ ഔട്ട് ചെയ്തപ്പോ അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളൊരു ക്ലോസിനെ അത് ബാധിച്ചായിരുന്നു. കാര്യം ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പാനലില് യൂണിയൻ ലോ മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളതിനെ ഖണ്ഡിച്ചത് കൊണ്ട് അതിനെ കോൺസ്റ്റിറ്റ്യൂഷണലി വോയിഡ് ആയിട്ട് അത് പറഞ്ഞായിരുന്നു. അപ്പം അതായത് ഇത് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി, അതിന്റെ ഒരു ഇൻഷുറൻസ് ആയിട്ട് എപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സൗണ്ട് വളരെയേറെ മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബെറ്റർ ആയിട്ട് മൈക്കൊന്ന് ക്ലിയർ ആയാണ് കേട്ടോ. ശരി സാർ, ശരി സാർ. ഓക്കെ ഓക്കെ. സോ എനി അതർ ആൻസർ? ഓക്കെ സാറ്, അതിനൊരു അഡീഷൻ പറയട്ടെ സാറേ. 1973 ശേഷമുള്ള എല്ലാ അമെന്റ്മെന്റുകളും കമ്മിങ് അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, വെരി ഗുഡ്. ശരിയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. Judicial review is the filtration of the acts which are inconsistent with the constitution, that is, which is ultra vires. The act which violates the basic structure of the constitution is declared unconstitutional and void. This is done by Supreme Court and High Court by using judicial review.
സോ ഭരണഘടനയിൽ പറയുന്ന മൂല്യങ്ങൾക്ക്, ഭരണഘടനയിൽ പറയുന്ന സ്ട്രക്ചറുകൾക്ക് അതിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരം നിയമങ്ങളെല്ലാം അൾട്രാ വൈറസാണ്. ഇറ്റ് മീൻസ് ദേ ആർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ വോയിഡ് ആണ്. സോ അത്തരത്തിലുള്ള പാർലമെന്റോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ പാസാക്കിയ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത്തരം നിയമങ്ങളെ വോയിഡ് ചെയ്യാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ഇത്തരം അധികാരങ്ങൾക്ക് പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞ പോലെ. Then judicial review is a part of basic structure of the constitution. So സുപ്രീം കോടതിന്റെ വിധിയിലൂടെ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ റിവ്യൂ കേശവാനന്ദ ഭാരതി കേസിലാണോ വ്യക്തമല്ല, അതോ മിനർവ മിൽസ് കേസിലാണോന്ന് അറിയില്ല. സോ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ റിവ്യൂ ഭരണഘടനയുടെ ബേസിക് ഫീച്ചറാണ്. However, the phrase judicial review has not been mentioned in anywhere in the constitution. പക്ഷെ ഭരണഘടനയിൽ എവിടെയും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചിട്ടില്ല. But there are various articles of the constitution which deal with judicial review. These articles are Article 13, Article 32, Article 131, 136 and 227. So വ്യത്യസ്തമായ ആർട്ടിക്കിളുകളിലെല്ലാം നമുക്ക് ഇതിന്റെ എലമെന്റ്സുകൾ കാണാം. സോ സ്പെസിഫൈ എവിടെയും പറഞ്ഞില്ല. ആർട്ടിക്കിൾ 13-ലും 32-ലും 130 വ്യത്യസ്തമായ ആർട്ടിക്കിളുകളിൽ ഇതിന്റെ എലമെന്റ്സുകൾ കാണുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് it is essential for checking the possible misuse of power by executive and legislative branch. Then it's an instrument to protect the rights to people. Then it is secure the independence of judiciary, which is essential for healthy democratic setup. It keeps federal structure, central and state relation would be healthy. Interstate relation would be healthy due to some dispute. Okay, so interstate relation keep ചെയ്യുന്നു, federal structure keep ചെയ്യുന്നു, judiciary independence ഉറപ്പുവരുത്തുന്നു, then പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, then എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവിനും ഇടയിലും ഉള്ള മിസ്യൂസ് ഓഫ് പവറിനെ തടയുന്നു, then ഭരണഘടനയുടെ സുപ്രീമസി ഉറപ്പുവരുത്തുന്നു. These are the importance of judicial review. So clear അല്ലേ? Clear അല്ലേ? Okay, clear. So whenever the executive or legislature ventures out of legal zone of constitution, the judiciary through its judicial review checks both entities and tries to maintain the legal sanctity of the constitution. സോ നേരത്തെ നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന് വേണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കാം ഓർഡിനൻസിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ പ്രത്യേക ഗവൺമെന്റ് ഉത്തരവുകൾ തയ്യാറാക്കാം. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ ഉത്തരവ് നടപ്പിലാക്കുന്ന ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത് ഓരോ മിനിസ്ട്രിക്ക് ഉത്തരവുകൾ ഇറക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, അതുപോലെ തന്നെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ നിയമങ്ങൾ, ഇത്തരം നിയമങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ലീഗാലിറ്റി ഉറപ്പുവരുത്തുന്നത് ജുഡീഷ്യൽ റിവ്യൂയിലൂടെയാണ്. So however, in recent times, the judiciary has been blamed for itself disturbing the legality of constitution by misusing its power of judicial review in the form of judicial overreach. പക്ഷെ ചില ഘട്ടങ്ങളിൽ കോടതിയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നുണ്ട്. ഓക്കെ, സോ ജുഡീഷ്യൽ റിവ്യൂവിന്റെ പേരിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ രൂപത്തിൽ കോടതിയുടെ അതിർവരമ്പുകളും ലംഘിക്കുന്നുണ്ട്. ഓക്കെ, സോ റീസെന്റ് ഒന്നൊരു ജഡ്ജ്മെന്റ് വളരെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. സുപ്രീം കോടതി റൈറ്റ് ടു ഇൻഫർമേഷന്റെ സ്കോപ്പിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നൊരു വിധി സുപ്രീം കോടതി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. സോ അതിനകത്തുള്ള കോടതിയുടെ വിധിയൊക്കെ മറ്റുള്ള എക്സിക്യൂട്ടീവിന്റെ അധികാരത്തിൽ ഇടപെടുന്നതിന് തുല്യമാണ്. സോ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ലംഘിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ പോലും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ജുഡീഷ്യറി വിധി എന്തായിരുന്നു? ഉൾപ്പെടുമെന്ന്, റൈറ്റ് ടു ഇൻഫർമേഷന്റെ സ്കോപ്പിൽ സുപ്രീം കോടതി ഉൾപ്പെടും എന്നാണ് വിധി വന്നത്. പക്ഷെ കോടതി കുറച്ച് കണ്ടീഷൻ വെച്ചു. പക്ഷെ ആ കണ്ടീഷൻ കീപ്പ് ചെയ്തിട്ട് ഇൻഫർമേഷൻ കിട്ടൂല. ഇൻഫർമേഷൻ തരാം, പക്ഷെ കണ്ടീഷൻ കീപ്പ് ചെയ്യണം. പക്ഷെ കണ്ടീഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല, അതാ പ്രശ്നം. നിങ്ങൾ സ്വയം റെഫർ ചെയ്താൽ മതി, അത് സമയം കളയുന്നില്ല. ചിലപ്പം വരുന്ന ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? So thus it became essential for the judiciary to operate within its sphere of influence and try to maintain the balance between judicial review and parliamentary supremacy. So കോടതികൾ ജുഡീഷ്യൽ റിവ്യൂവിന്റെയും അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന്റെയും പാർലമെന്ററി സുപ്രീമസിന്റെ ഇടയിലും ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്.
സോ ഇമ്പോർട്ടൻസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എഴുതുന്നതിലൂടെ തന്നെ നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ? സോ എങ്ങനെയാണ് ഭരണഘടനയെ ലീഗലിസ്റ്റിക് ആവുന്നത് ജുഡീഷ്യൽ റിവ്യൂയിലൂടെ? സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ അല്ലേ? സോ ആർക്കെങ്കിലും ക്ലിയർ ആണ്. ഓക്കെ. അത് രാജനാരായണ കേസിലാണ് ഫസ്റ്റില് ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണെന്ന് പറയുന്നത്. രാജനാരായണ കേസാ? പിന്നീട് മിനർവ മിൽസിലും വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ കുറെ കേസുകളിൽ പറയുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആണ്. ഈ DPSP വേഴ്സസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ DPSP വേഴ്സസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ആക്ച്വലി സുപ്രീം കോടതിയും പാർലമെന്റും തമ്മിലുള്ള ഒരു അധികാര വടംവലി തന്നെയാണ്. കോടതി ഒരു വിധി വിധിക്കും, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പാർലമെന്റ് ഒരു അമെന്റ്മെന്റ് പാസ്സാക്കും. സോ അമെന്റ്മെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രഖ്യാപിച്ച് കോടതി അടുത്ത വിധി വരും. സോ 1951 ശങ്കരി പ്രസാദ് കേസ് മുതൽ 1995 മിനർവ മിൽസ് കേസ് വരെയുള്ള അതിനിടയിൽ വന്ന 24 അമെന്റ്മെന്റ്, 42nd അമെന്റ്മെന്റ് ഇതൊക്കെ പരസ്പരം കോൺട്രാഡിക്ടറി ആണ്. സോ ഫർദർ റെഫറൻസിന് വേണ്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ. അതേപോലെ നിങ്ങൾ ഇന്നലെ ആരോ പറഞ്ഞിരുന്നു എന്നെ പൽക്കിവാല, ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തു. പൽക്കിവാലയായിരുന്നു കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഓക്കെ. സോ ഡിസ്കസ് ദ മാൻഡേറ്റ് ഓഫ് 15 ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ്. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അത് ഇന്റർനാഷണൽ റിലേഷൻ എത്തില്ലേ? സോ ഇന്റർനാഷണൽ റിലേഷൻ അടുത്ത ക്ലാസ്സിലാണ്. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. The neighborhood first policy signals India's commitment to improve ties with its immediate neighbors, but faces challenges of regional diplomacy. Discuss. So ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. അതിന് കുറെ പോളിസികൾ നമുക്ക് പഠിക്കാനുണ്ട്. ആക്ട് ഈസ്റ്റ് പോളിസി, അങ്ങനെ കുറെ പോളിസികൾ പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട പോളിസിയാണ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. സോ വാട്ട് യു മീൻ ബൈ നൈബർഹുഡ് ഫസ്റ്റ് പോളിസി? നമ്മൾ എല്ലാ പോളിസികളും ഈ ഗുജറാത്ത് ഡോക്ട്രിൻ അല്ലെങ്കിൽ ആ ആക്ട് ഈസ്റ്റ്, ലുക്ക് ഈസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ ഈ ബാക്കി നെയ്ബർഹുഡിൽ കിടക്കുന്നവരുടെ ഇന്ററാക്ഷനുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഇപ്പൊ പഞ്ചശീല തൊട്ട് പാകിസ്ഥാൻ തൊട്ട് ശ്രീലങ്ക തൊട്ട് നേപ്പാൾ തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. സോ എന്തൊക്കെയാണ് ചാലഞ്ചസ് നെയ്ബർഹുഡ് പോളിസി നടപ്പിലാക്കുന്നതിലുള്ള റീജിയണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ഓരോ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ തന്നെ കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ബൗണ്ടറികൾ ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്നതിലുള്ള വിഷയം, പിന്നെ ട്രേഡുകൾ തമ്മിലുള്ള വിഷയം, പിന്നെ പല പല റിലേഷൻ, ഇപ്പൊ RCEP മറ്റേ നമ്മുടെ ഒന്നുമില്ല സ്പെസിഫിക് ആ ട്രേഡ്, പിന്നെ മറ്റേ അമേരിക്ക സപ്പോർട്ട് ആൻഡ് ട്രാൻസ് പസഫിക്, അങ്ങനെ ട്രേഡുകളിൽ തമ്മിലുള്ള ഇത് വ്യത്യാസം. പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലുള്ള പല രീതിയിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ്, പല പല കോൺടെസ്റ്റുകളിൽ ഓപ്പോസിറ്റ് ആയിട്ട് വോട്ട് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. വെരി ഗുഡ്, നൈസ് ആൻസർ ആണ്. ചൈനീസ് ഇൻഫ്ലുവൻസ് മറ്റ് രാജ്യങ്ങളിൽ, എക്സാമ്പിൾ ഈ ശ്രീലങ്കയിലും മാൽഡീവ്സിലും നേപ്പാളിലും ഒക്കെ ഉള്ളത്, അത് നമ്മളുടെ ഈ ഇതിനെതിരായിട്ട് വരാറുണ്ട്. അപ്പോ അത് തന്നെയല്ല, ഇപ്പം ബോർഡേഴ്സ് ഉണ്ട്. ഇപ്പം നേപ്പാളും ബംഗ്ലാദേശും അവരൊക്കെ ആയിട്ട് ഉണ്ടാകുമ്പോൾ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം അത് മാവോയിസം, പിന്നെ ഇല്ലീഗൽ ഡ്രഗ്സ് ട്രേഡ്, ഗോൾഡ് സ്മഗ്ലിംഗ് ഇതൊക്കെ നടക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഈ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ഈ ചൈന പോലുള്ള രാജ്യങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ കമ്പൽ ചെയ്യുന്നുണ്ട്. ചൈനയുടെ ബ്ലാങ്ക് ചെക്ക് ഡിപ്ലോമസി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് അതില്. അപ്പൊ ഇതുപോലുള്ള റീജിയനായിട്ട് ബംഗ്ലാദേശും അവിടെയായിട്ട് ഒത്തിരി അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്.
അപ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിലെ നമ്മുടെ ചലഞ്ചസ്. കാര്യം അതായത് സ്ട്രിംഗന്റ് ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ അവരായിട്ടുള്ള ബന്ധം അത്ര ശരിയാവില്ല. എന്നാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം താൻ. അതാണ് ഇന്ത്യയുടെ ഒരു ചലഞ്ച് ഉള്ളത്. ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാം. So a nation's destiny is linked to its neighborhood. This specifies the need of peaceful and integrated neighborhood. Okay, so നമ്മുടെ നൈബർഹുഡ് എപ്പോഴും പീസ്ഫുൾ ആവണം, എങ്കിൽ മാത്രമേ നമുക്കും പീസ്ഫുൾ ആയിരിക്കാൻ കഴിയുള്ളൂ. സോ നമുക്കൊരു ഹോസ്റ്റലായിട്ടുള്ള നൈബർഹുഡ് ആണ് ഉള്ളത് എങ്കിൽ, സോ ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ, ചൈന ഒക്കെ നമ്മുടെ ഹോസ്റ്റലായിട്ടുള്ള നൈബർഹുഡ് ആണ്. സോ ബോർഡറിൽ പോയി ഇഷ്യൂസ് ആണ്. സോ നൈബർഹുഡിൽ സമാധാനവും പീസ്ഫുൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നൈബർഹുഡിലെ പീസ്ഫുൾ നൈബർഹുഡ് രാജ്യമായിട്ടുള്ള സമാധാനം വളരെ ക്രൂഷ്യലാണ്. ദെൻ നൈബർഹുഡിനകത്ത് പീസ്ഫുൾ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭയാർത്ഥികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രശ്നവും കാര്യങ്ങളും വരും. സോ നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം പീസ്ഫുൾ ആവണം, നമ്മളുമായി നല്ല ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്കും സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സോ India's foreign policy that actively focus on improving ties with India's immediate neighbors, which is termed as neighborhood first policy. So what is neighborhood policy is that India's foreign policy that actively focus on improving ties with India's immediate neighbors. So ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നൈബറായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോളിസിയാണ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. സോ എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? So former PM A.B. Vajpayee once famously said, "You can change your friends, but not neighbors." Okay, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാം, പക്ഷെ നൈബേഴ്സിനെ മാറ്റാൻ കഴിയില്ല. മുമ്പ് റഷ്യയിൽ നമ്മുടെ പ്രധാനപ്പെട്ട സുഹൃത്തെങ്കിൽ ഇന്നിപ്പോൾ അത് അമേരിക്കയായിട്ട് മാറി. 2 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ 4ാമത്തെ ഡിഫൻസ് എഗ്രിമെന്റ് ഇതൊക്കെ നമ്മൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. സോ ഏറെക്കുറെ ഇപ്പോൾ നാറ്റോ പാർട്ണറായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. സോ വി ക്യാൻ ചേഞ്ച് അവർ ഫ്രണ്ട്സ് but not neighbors. Neighbors നമുക്ക് മാറ്റാൻ കഴിയില്ല. For India to play a vital role in the emerging multipolar world politics, it is important to develop enduring linkages between its domestic priorities and its foreign policy objectives. So India globally ഒരു ഗ്ലോബൽ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയുള്ള കാലഘട്ടം ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള ഒരു യൂണിപോളാർ വേൾഡ് ആണെങ്കിൽ, സോ ഇനിയുള്ള ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം ഒരു മൾട്ടിപോളാർ വേൾഡിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് പ്രധാനമായിട്ട് നയിക്കുന്നത് ഇന്ത്യയും ചൈനയും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ മൾട്ടി പോളാർ വേൾഡ് പൊളിറ്റിക്സിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രയോറിറ്റീസും അതുപോലെ തന്നെ ഫോറിൻ പോളിസി ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്ക് നേടിയെടുക്കണം. സോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ is largely dependent on stable, secure and peaceful neighborhood. So നമുക്കിടയിൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള നൈബർഹുഡും വളരെ അനിവാര്യമാണ്. ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ ഹോസ്റ്റലാണ്. സോ പാകിസ്ഥാൻ ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മളിപ്പോൾ നന്നായിട്ട് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുടങ്ങിയ അത്തരത്തിലുള്ള സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ നന്നായിട്ട് നാച്ചുറൽ ഗ്യാസിന്റെ റിസർവേഴ്സ് ഉണ്ട്. സോ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് ആക്സസ് ചെയ്യണം. സോ നമ്മുടെ അതിലേക്കുള്ള എൻട്രൻസ് ഒന്ന് പാകിസ്ഥാനാണ്. സോ പാകിസ്ഥാൻ ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വഴി പോകാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഇറാനിൽ ഇപ്പോൾ ഒരു ചബഹാർ പോർട്ട് ഉണ്ടാക്കി ഇറാന്, അഫ്ഗാനിസ്ഥാൻ അങ്ങനെ സെൻട്രൽ ഏഷ്യയിലേക്ക് ആക്സസ് ചെയ്യുന്നത്. സോ അതിർത്തിയിലെ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണെങ്കിൽ നമ്മുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. സോ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു വിജയരഹസ്യം നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അവർക്ക് ശത്രുക്കളില്ല എന്നതാണ്. ഓക്കെ, സോ എന്നപോലെ പക്ഷെ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മുടെ നൈബർഹുഡിൽ ഇപ്പം ചൈന, ചൈന, പാകിസ്ഥാൻ, റീസെന്റ് നേപ്പാളും ഏറെക്കുറെ ഒരു ശത്രുതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിർത്തിയിലെ പ്രശ്നങ്ങൾ, അയൽ രാജ്യങ്ങളെല്ലാം പീസ്ഫുൾ ആയാൽ മാത്രമേ രാജ്യത്തിനകത്തും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. സോ ഇതാണ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി, അതിന്റെ പ്രാധാന്യം. Then let's look to what are the challenges to regional diplomacy and connectivity. എന്താണ് പ്രധാനപ്പെട്ട ചലഞ്ചസ്? ഫസ്റ്റ് വൺ, ഡിവൈഡഡ് സബ് കോണ്ടിനെന്റ്. The problems generated by partition of India divide the subcontinent on politico-religious lines. Okay. So ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന 2 രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്തു. അത് രാഷ്ട്രീയ
മതപരമായ ലെൻസിലാണ് മുറിക്കപ്പെട്ടിട്ടുള്ളത്. സോ ആ ഷട്ടർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സോ ഈ ഒരു പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണെങ്കിൽ പോലും ദാറ്റ് ഈസ് സ്റ്റിൽ ഹെർഡ്സ് ഇൻ ഇന്ത്യ. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, further challenges of settling boundaries, sharing river waters, protecting the rights of minorities, and easing the flow of goods and people, affecting regional diplomacy. സോ ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ട് അതിർത്തി തർക്കങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ചൈനയുമായിട്ട് അതിർത്തി തർക്കങ്ങളുണ്ട്. റീസെന്റ് ഇപ്പോൾ ഒരു വാറിലേക്കുള്ള പോക്കാണ് ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പാകിസ്ഥാനുമായി അതിർത്തി പ്രശ്നങ്ങളുണ്ട്, ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഷെയറിംഗ് ഓഫ് റിവർ വാട്ടേഴ്സ്, ചൈനയുമായി പ്രശ്നമുണ്ട്, ബംഗ്ലാദേശുമായിട്ട് റിവർ വാട്ടേഴ്സിന്റെ ഇഷ്യൂസ് പ്രശ്നങ്ങളുണ്ട്. ദെൻ പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. ആൻഡ് ഈസിംഗ് ഓഫ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ. ഓക്കെ, സോ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ പ്രകാരം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ചരക്കുകളും കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള നമ്മളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ചില ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ റീജിയണൽ ഡിപ്ലോമസിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ബൗണ്ടറി ഡിസ്പ്യൂട്ട്, റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്, ദെൻ മൈനോറിറ്റി ഇഷ്യൂസ്, ദെൻ ട്രേഡ് ഡിസ്പ്യൂട്ട്, ഇതെല്ലാം റീജിയണൽ ഡിപ്ലോമസിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇത് നമ്മുടെ നൈബർഹുഡിനെയും ബാധിക്കുന്നുണ്ട്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, എമർജൻസ് ഓഫ് ചൈന. സോ ഈ കേസ് നമുക്ക് ചൈനയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കട്ടോ. സോ ചൈന annexed Tibet 1551. This marked the arrival of China at the Indo-Tibetan frontier. This profoundly transformed the geopolitical conditions of India. Beyond the bilateral territorial dispute between India and China, the emergence of powerful states on India's frontier affected India's relationship with its neighboring countries. So ചൈനയുടെ ഡൊമിനൻസ് വളർന്നു വരുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ഭീഷണിയാണ്. സോ ഇന്ത്യ ഇപ്പോൾ റീസെന്റ് നേപ്പാളുമായിട്ടും അതുപോലെ തന്നെ ശ്രീലങ്കയുമായിട്ടും അതുപോലെ തന്നെ മാലഡീവ്സുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അധികം വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസ് ആണ്. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം നമ്മുടെ നൈബർഹുഡിൽ വരുന്നത് നമുക്ക് സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. എസ്പെഷ്യലി രാജ്യം നമ്മുടെ ഹോസ്റ്റൈലുമാണ്. സോ ഈ ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാക്സിമം യുഎസിനോട് അടുക്കുന്നത്. സോ എമർജൻസ് ഓഫ് ചൈന, അതുപോലെ ചൈനയുടെ പോളിസി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, സോ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലൂടെ സെപെക്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, സോ ചൈന ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ പരമാധികാരത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ചൈനയുടെ പോർട്ടുകൾ മ്യാൻമറിൽ വന്നു, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ശ്രീലങ്കയിൽ വന്നു കഴിഞ്ഞു, ഇനിയിപ്പം മാലഡീവ്സിൽ വരാൻ പോകുന്നുണ്ട്. സോ ചൈനയുടെ നേവിയുടെ ഒരു ഇൻഫ്ലുവൻസിലായിരിക്കും ഇന്ത്യൻ ഓഷ്യൻ. സോ ട്രഡീഷണലി ഇന്ത്യൻ ഓഷ്യനിലെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി വക്താവ് ഇന്ത്യയാണ്. സോ അവിടെ ഇപ്പൊ ചൈനയുടെ എമർജൻസ് ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ട് വളർന്നു വന്നു കഴിഞ്ഞു. സോ ചൈനയുടെ എമർജൻസ് ഇന്ത്യയുടെ നൈബർഹുഡ് പോളിസിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോ നേപ്പാളിന് 1000 കോടി രൂപ കടം കൊടുക്കുന്നുണ്ട്. സോ കുറെ ആളുകൾ വിമർശിക്കുന്നുണ്ട്, എന്തിനാണ് നേപ്പാളിന് കൊടുക്കുന്നത്, ഇവിടെ കുറെ പട്ടിണി പാവങ്ങളില്ലേ. സോ ഇന്ത്യ കൊടുത്തില്ലെങ്കിൽ ചൈന കൊടുക്കും, ചൈന കൊടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ ആർമി പ്രസൻസ് കാര്യങ്ങൾ അവിടെ വരും, അത് നമ്മുടെ സെക്യൂരിറ്റിക്ക് ഭീഷണിയാണ്. സോ അതുകൊണ്ടാണ് കൊടുക്കുന്നത്. സോ അങ്ങനെ ചൈനയുടെ എമർജൻസ് ഇന്ത്യയുടെ നൈബർഹുഡ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്. ഡൊമസ്റ്റിക് പൊളിറ്റിക്സും നമ്മുടെ നൈബർഹുഡ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇന്ത്യസ് domestic politics always had an impact on our regional policy. The same is true our neighbors, whose domestic politics is impact their engagement with the India. For example, issues of Tamils has been a dominant factor in India's Sri Lanka policy. So Sri Lanka Tamil minorities in the issue. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയുമായിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സോ തമിഴരുടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളായിട്ട് ശ്രീലങ്കയുമായിട്ടുള്ള പ്രധാനപ്പെട്ട പല കമ്മിറ്റ്മെന്റുകളും നമുക്ക് പുറകോട്ട് വരേണ്ടി വന്നിട്ടുണ്ട്. സെയിം ഹാപ്പൻസ് ഇൻ ശ്രീലങ്ക ഓൾസോ. മ്യാൻമറിൽ സംഭവിക്കുന്നുണ്ട്, ബംഗ്ലാദേശിൽ സംഭവിക്കുന്നുണ്ട്. സോ റീജിയണൽ പൊളിറ്റിക്സ് ഓൾസോ അഫക്ട്സ് ബൈലാറ്ററൽ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ തമിഴ്സിന്റെ ഇഷ്യൂ തമിഴ്നാട്ടിൽ വളരെ പ്രക്ഷോഭമാണ്. സോ ശ്രീലങ്കയുമായിട്ടുള്ള ധാരാളം കമ്മിറ്റ്മെന്റുകൾ നമുക്ക് പുറകോട്ട് വരേണ്ടി വന്നിട്ടുണ്ട്. Another example, West Bengal Chief Minister pulled out the Teesta Waters Agreement between India and Bangladesh. So India Bangladeshുമായുള്ള ടീസ്റ്റ വാട്ടർ അഗ്രിമെന്റ്
വെസ്റ്റ് ബംഗാളിൽ എതിർപ്പുകൾ നമുക്ക് പിൻവലിയേണ്ടി വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് ഓൾസോ അഫക്ട്സ് അവർ നൈബർഹുഡ് പോളിസി. So lack of connectivity, another issue. The sorry state of connectivity today reflects decades of geographic divergence, political nationalism and economic protectionism. So നമ്മുടെ നൈബർഹുഡ് രാജ്യങ്ങളുമായിട്ട് കണക്ടിവിറ്റിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മ്യാൻമർ വഴി സൗത്ത് ഈസ്റ്റ് കൺട്രീസിലേക്ക് നമ്മുടെ കണക്ടിവിറ്റി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഈ കണക്ടിവിറ്റി വേണ്ടതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ഇൻസ്റ്റഡ് ചൈന വളരെ ആക്റ്റീവായിട്ട് ശ്രീലങ്കയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് കൺട്രീസിലൊക്കെ നന്നായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. സോ ചൈനയുടെ ഇൻഫ്ലുവൻസ് അവിടെ എല്ലാം കാണുന്നുണ്ട്. സോ ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ നൈബർഹുഡിൽ വളരെ കുറവാണ്. സോ ദിസ് ഓൾസോ അഫക്ട് അവർ നൈബർഹുഡ് പോളിസി. സോ ഇങ്ങനെ കുറെ ഘടകങ്ങൾ നമ്മുടെ നൈബർഹുഡ് പോളിസിയെ ബാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ കുറച്ച് വാട്ട് ടു ഡു കുറച്ച് സജഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല. സോ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ എന്തെങ്കിലും കൂടി അയച്ചു തരാം. സോ ഇന്നെടുത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്.